ഹലോ, എല്ലാവർക്കും ഈ മധ്യാഹ്നത്തിലേക്ക് സ്വാഗതം. പുതിയ കാലത്തിൽ നമ്മുടെ വായനകളൊക്കെ അധികരിക്കുന്നുവോ അല്ല കുറയുന്നുവോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ വളരെയധികം ഡിബേറ്റബിളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലും എനിക്ക് തോന്നുന്നു മലയാളത്തിൽ സജീവമായി നിൽക്കുന്ന ഒരു സാഹിത്യ ശാഖ എന്നുള്ള തരത്തിൽ നോവൽ എന്ന് പറയുന്ന ഒരു വഴി ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിൽക്കുന്നുണ്ട്. ഏകദേശം ഒരു 125ഓളം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു മലയാള നോവൽ ആരംഭിച്ചിട്ട്. ആദ്യ നോവൽ ഏത് എന്നുള്ളത് ചർച്ചാ വിഷയമാണ്. അതിനുശേഷമുള്ളത്, പ്രധാനപ്പെട്ടത്, ലക്ഷണയുക്തമായത്, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളൊക്കെ അവിടെ ഉണ്ട് എങ്കിൽ പോലും 125 വർഷങ്ങൾക്ക് ശേഷം ഇപ്പുറം നോക്കുന്ന സമയത്തും ഏറ്റവും സജീവമായി ജൈവികതയോടുകൂടി വളരെ വൈവിധ്യങ്ങളോടുകൂടി പരിണാമിയായി തുടരുന്ന ഒരു സാഹിത്യ വിഭാഗമായിട്ട് നോവൽ പ്രസ്ഥാനം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ നോവലിന് തന്നെ അതുകൊണ്ട് സാഹിത്യത്തിൽ വളരെയധികം വായനക്കാർ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് തോന്നുന്നു നോവലിൻ്റെ ഒരു ജൈവികതയായിരിക്കാം ചിലപ്പോഴതിൻ്റെ നിലനിർത്തുന്നുണ്ടാവുക. എൻ്റെ ഒരു സംശയം മാത്രമാണ്, എൻ്റെ ഒരു ചിന്ത മാത്രമാണത്. മറ്റുള്ള സാഹിത്യ രൂപങ്ങളെക്കാളും അധികം ഒരു ജൈവികമായ ഒരു അനുഭവ പരിസരത്തെ അടയാളപ്പെടുത്തുവാനുള്ള ഒരു സാധ്യത നോവലിന് എപ്പോഴും ഉണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഇന്ന് ആർട്സ് കോളേജിലെ ലിറ്റററി ഫെസ്റ്റിവലിലുള്ള ഈ ഒരു ചർച്ചയും ഏറ്റവും പ്രസക്തമാവുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിരുകൾ മായുന്ന മലയാള നോവൽ, അതിരുകളില്ലാതായി മാറിക്കൊണ്ടേയിരിക്കുന്ന മലയാള നോവൽ. ഇന്ന് പുതിയ കാലത്തിലെ നോവലുകൾ വായിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് പലതും എവിടെയാണ് ചേർക്കേണ്ടത്, ഏത് വിഭാഗത്തിലേക്ക് പെടുത്തണം, ഏത് വഴികളിലേക്ക് പെടുത്തണം എന്നൊക്കെ, ഏത് സ്വഭാവത്തിലേക്ക് പെടുത്തണം എന്നൊക്കെയുള്ള ശങ്കകൾ വളരെ വളരെ അധികമാണ്. പുതിയ കാലത്തിൽ വളരെയധികം ആളുകൾ, ഇപ്പോൾ ഷീല ടോമി പോലെയുള്ള ആളുകളോ, ഇപ്പോൾ നമുക്കടുത്തിരിക്കുന്ന വിനോദ് തോമസിനെ പോലുള്ള ആളുകളോ, തൊട്ട് മുമ്പേ എഴുതിക്കൊണ്ടേയിരിക്കുന്ന, ഇപ്പോഴും എഴുതിക്കൊണ്ടേയിരിക്കുന്ന CV ബാലകൃഷ്ണനെ പോലുള്ള ആളുകളോ, അല്ലെങ്കിൽ പുതിയ ആളുകളോ, സന്തോഷ് കുമാറിനെ പോലുള്ള ആളുകളോ, അല്ലെങ്കിൽ രാജശ്രീ ടീച്ചർ പോലുള്ള ആളുകളോ, ഇങ്ങനെ അനേകം ആളുകൾ നമുക്ക് പലമയിലായിട്ട് നോവലിൻ്റെ സാധ്യതകൾ കൊണ്ടെത്തിച്ചു തരുന്നു എന്നുള്ള ഒരു സന്തോഷവും, അത് മാത്രമല്ല ഇവയെ നമ്മൾ എങ്ങനെ ഏകോപിപ്പിക്കുമെന്നറിയാത്ത ഒരാശങ്കയും ഒക്കെ നിൽക്കുന്ന, എന്നാൽ വായന എന്ന് പറയുന്ന ഒന്നിൻ്റെ സാധ്യതകളെ വളരെയധികം ആഘോഷിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ വിഷയം വളരെയധികം പ്രസക്തമാവുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മലയാളത്തിൽ എഴുത്തിൻ്റെ 50ഓളം വർഷങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് നമ്മുടെ കൂടെയുള്ളത്, CV ബാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ എഴുത്ത് അതുകൊണ്ട് തന്നെ പല കാലങ്ങളിൽ വന്ന നോവലിൻ്റെ പരിണാമ ദശകളെ ഒക്കെ അടയാളപ്പെടുത്തിക്കൊണ്ടേ മുൻപോട്ട് പോയ ഒരു എഴുത്ത് ആണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെയുള്ള ഒരാളുടെ നോട്ടങ്ങൾക്ക്, നിരീക്ഷണങ്ങൾക്ക്, കാഴ്ചകൾക്ക് ഒക്കെയുള്ള വ്യക്തതയ്ക്ക് വല്ലാത്തൊരു വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് കൂടെ നമുക്ക് തിരിച്ചറിയാം. അങ്ങനെയുള്ള ഒരാളെ കിട്ടിയതിൽ, അങ്ങനെയുള്ള ഒരു ചർച്ചയിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുന്നതിൽ അദ്ദേഹത്തെ ഈ ഒരു സന്ദർഭത്തിൽ വളരെ സന്തോഷത്തോടെ നിങ്ങൾക്കും നമുക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറ്റൊരാൾ, എനിക്കിടയിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് പോലും പരിചിതനായിക്കൊണ്ടേ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. 2 നോവലിൽ കൂടെ മലയാളിയുടെ മനസ്സിലേക്ക് വളരെ ഷാർപ്പായിട്ടുള്ള ഒരിടം സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന ഒരാൾ. കരിക്കോട്ടക്കരിയായിരിക്കാം, അല്ലെങ്കിൽ പുറ്റായിരിക്കാം, അതുമാത്രമല്ല കുറേ കഥകളായിരിക്കാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൂടെയൊക്കെ വളരെ കൃത്യമായി മലയാളത്തിൻ്റെ എഴുത്ത് വഴികളിലേക്ക് വളരെ കൃത്യമായ ഒരു തൻ്റെ സ്ഥാനം അടയാളപ്പെടുത്തിയ ഒരു എഴുത്തുകാരനാവുന്ന വിനോദ് തോമസ്. ഈ 2 പേർക്കും മറ്റൊരു സാധ്യത കൂടി ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. ദേശത്തിൻ്റെ സമാനതകൾ ഇവരെ പല സന്ദർഭങ്ങളിലും ഒന്നിക്കുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതെങ്ങനെയാണ് മാറുന്നത്, എഴുത്തിൽ മാറുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് വഴി അന്വേഷിക്കാമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഈ ഒരു സന്ദർഭത്തിൽ അങ്ങനെയുള്ള ഒരു എഴുത്തിൻ്റെ വഴിയെ നമുക്ക് തുറന്നു കാണിക്കാൻ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ശ്രീ വിനോദ് തോമസിനും ഹൃദ്യമായ സ്വാഗതം. വളരെയധികം പുസ്തകങ്ങളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു
CV ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ വളരെ കൃത്യമായി വളരെയധികം പുസ്തകങ്ങളിലൂടെ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന അവസാനത്തിൽ നിണബലി പോലുള്ള പുസ്തകങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്ന സമയത്ത് വളരെ വൈവിധ്യമുള്ള എഴുത്തുകളിലൂടെയാണ് അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് എന്ന് തോന്നുന്നു. ഈ ഒരു ചർച്ച ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നോവലിന്റെ പലമകളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒന്നാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് നോവലിന് ഏതൊക്കെ പലമകളിൽ എന്നുള്ളത് വലിയ പ്രശ്നമായിട്ട് തോന്നാറുണ്ട്. പലപ്പോഴും ഇന്ന് അത്രയും സജീവമായിട്ടുള്ള നോവൽ സാധ്യതകളും വായനകളും എഴുത്തുകളും ഒക്കെ ഉണ്ടാവുന്ന ഒരു കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് അതിനൊന്ന് പ്രമേയ പരിസരമെന്നും അതേ സമയത്ത് പ്രമേയത്തിന്റെ ഒരു സമീപന രീതിയെന്നും അല്ലെങ്കിൽ പ്രമേയത്തിന്റെ ആഖ്യാനം, ഇങ്ങനെയുള്ള ഒരു 3 ഘട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ 3 തലങ്ങളിലൂടെയുള്ള ചില അന്വേഷണങ്ങൾക്ക് മാത്രമുള്ള ഒരു സാധ്യത നമുക്ക് വളരെ പരിമിതമായിട്ടുള്ള ഒരു സമയമാണ്. ആ സമയത്ത് ഈ പരിമിതമായിട്ടുള്ള ഒരു സാധ്യതയിലേക്ക് നമുക്ക് എത്താം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തോന്നുന്ന സമയത്ത് CV ബാലകൃഷ്ണന്റെ അടുത്ത് ചില ചിന്തകളും ചോദ്യങ്ങളുമാണ്. ഇന്ന് പ്രമേയത്തിന്റെ നിലകളിലാണെങ്കിലും പ്രമേയത്തിന്റെ പരിസരങ്ങളിലാണെങ്കിലും ആഖ്യാന തന്ത്രങ്ങളിലാണെങ്കിലും ഒക്കെ അനേകം പരിണാമ പ്രക്രിയകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. വളരെയധികം കാലമെടുത്തുകൊണ്ട് മാറിക്കൊണ്ടേയിരിക്കുന്ന ഈ ഒരു പ്രക്രിയയിൽ CV ബാലകൃഷ്ണൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ വളരെ കാലങ്ങളായിട്ട് അതിൻ്റെ കുറേ മുൻപ് തൊട്ട് ഇങ്ങേ അറ്റം വരെ സജീവമായിട്ട് അതിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് കാലങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ഈ പ്രമേയ പരിസരങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം, അതായത് താൻ ഇനിയും പുതിയ ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ള തോന്നൽ ഉളവാക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ചിന്താധാരകൾക്ക് കാലങ്ങൾ ഉണ്ടാക്കി തന്ന മാറ്റങ്ങൾ കൊണ്ട് പ്രമേയ പരിസരത്തിൽ പുതുമകളുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? അതാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രമേയ പരിസരങ്ങളിലൂടെ മുൻപോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് പുതിയ കാലത്തിലെ പുതിയ പ്രമേയങ്ങളിൽ ഏതെങ്കിലും വളരെ ശ്രദ്ധേയമായത് എന്നുള്ള തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട്? നമസ്കാരം. ഇവിടെ ആമുഖമായിട്ട് പ്രസവൻ കുറെ കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. അതിലൊന്ന് നോവൽ എന്ന ആഖ്യാന കലയെക്കുറിച്ചാണ്, അതിൻ്റെ വ്യത്യസ്തതയെക്കുറിച്ചാണ്, അതിൻ്റെ സാർവലൗകികമായ സ്വീകാര്യതയെക്കുറിച്ചാണ്. അത് നമുക്കറിയാം, വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാഷയിൽ നോവലും ചെറുകഥകളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ അന്യഭാഷകളിൽ, വിദേശ ഭാഷകളിൽ നോവലുകളുണ്ടായി. ലോകത്തിലെ ഏറ്റവും ആധുനികമായ നോവൽ എന്ന് പറയുന്നത് ഉണ്ടായത് 16-ാം നൂറ്റാണ്ടിലാണ്. ലോകത്തിലെ ലോകസാഹിത്യത്തിലെ ആധുനികതയ്ക്ക് തുടക്കം കുറിച്ച കൃതി എന്ന് പറയുന്നത് മിഗുൽ ഡി സെർവാൻഡസിൻ്റെ ഡോൺ കിക്സോട്ട് എന്ന് പറയുന്ന കൃതിയാണ്. ആ കൃതി 1515 മറ്റോ ആണ് ഉണ്ടായത്. ഷേക്സ്പിയറിന്റെ കാലത്താണ് സെർവാൻഡസ് ജീവിച്ചിരുന്നത്. രണ്ടുപേരും പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും 2 സ്ഥലത്തിരുന്നിട്ടാണ് അവർ ഈ സാഹിത്യ പ്രവൃത്തികൾ ചെയ്തിരുന്നത്. അപ്പം മിഗുൽ ഡി സെർവാൻഡസിന്റെ ഈ നോവല് നമ്മളത് ഇപ്പോഴും വായിക്കുമ്പോഴും വലിയ വിസ്മയമാണ് നമുക്ക്. ഒരിക്കലും കാലഹരണപ്പെടാത്ത ഒരു കൃതി. അപ്പം അത് അവിടുത്തെ സ്പെയിനിൻ്റെ അതിർത്തികളിലൂടെ അല്ലെങ്കിൽ പോർച്ചുഗലിൻ്റെ അതിർത്തികൾ ഭേദിച്ച്, അത് സ്പാനിഷ് ഭാഷയുടെ അതിർത്തികൾ ഭേദിച്ച് അത് നമ്മുടെ സ്ഥലത്തേക്ക് എത്തി അവിടുത്തെ ഒരു ജീവിതം നമുക്ക് പരിചിതമായി. പക്ഷെ ആ ആഖ്യാന രൂപത്തിൻ്റെ എല്ലാ സവിശേഷതകളും പ്രകടിപ്പിക്കുന്ന ഒരു കൃതിയാണ് ഇപ്പോഴും സെർവാൻഡസിൻ്റെ. അത് ഒരിക്കലും കാലഹരണപ്പെട്ടിട്ടില്ല. ഈ ലോക ഭാഷകളിൽ എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും വിഷാദകരമായിട്ടുള്ള കൃതി, ദ സാഡസ്റ്റ് ബുക്ക് എവർ റിട്ടൺ എന്നാണ് അതിനെക്കുറിച്ചിട്ട് ഡോസ്റ്റോവ്സ്കി പറഞ്ഞിട്ടുള്ളത്. കാരണം ഡോസ്റ്റോവ്സ്കി നമുക്കറിയാം, പിന്നീട് എത്രയോ അത്തരത്തിലുള്ള കൃതികൾ, ക്രൈം ആൻഡ് പണിഷ്മെന്റും ബ്രദേഴ്സ് കാരംസും പോലുള്ള ഈ വ്യസനിപ്പിക്കുന്ന കൃതികൾ എഴുതിയ അദ്ദേഹം പറയുന്നത് ഏറ്റവും വ്യസനകരമായിട്ടുള്ള കൃതി അതിന് എത്രയോ നൂറ്റാണ്ട് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള സെർവാൻഡസിൻ്റെതാണ്. അപ്പം അത് അന്ന് തൊട്ട് നോവലിൻ്റെതായിട്ടുള്ള ഒരു വശ്യതയുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു വായനാ സമൂഹമുണ്ട്. അത്
ഒരു സ്ഥലത്ത് മാത്രമല്ല, അത് എല്ലാ അതിരുകളെയും മായ്ച്ചിട്ടാണ് അത് പോയിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മുടെ ഈ രാഷ്ട്ര സങ്കല്പങ്ങളുടെ ദേശസങ്കല്പങ്ങളുടെ ഒക്കെ അതിരുകൾ മായ്ച്ചിട്ടുള്ളത് സാഹിത്യമാണ്. അതിൽ തന്നെ നമ്മൾ വേറിട്ട് പറയാവുന്നത് നോവലുകളാണ്. നമ്മളിപ്പോൾ റഷ്യൻ നോവലുകൾ നമുക്ക് പരിചിതമായി. റഷ്യ പരിചിതമാവുന്നതിന് മുമ്പേ നമുക്ക് റഷ്യൻ നോവലുകൾ പരിചിതമായി. ചൈനയിലെ നോവലുകൾ, ജപ്പാനിലെ നോവലുകൾ, അമേരിക്കയിലെ നോവലുകൾ, ഇതൊക്കെ ഈ ലണ്ടൻ ഡിക്കൻസിന്റെ നോവലുകൾ, ഇതൊക്കെ നമുക്ക് പരിചിതമായി. ആ ദേശങ്ങളുടെ എല്ലാ അതിരുകളെയും ഈ നോവലുകൾ, ബാക്കി എല്ലാ സാഹിത്യ രൂപങ്ങളും നാടകങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും മുഖ്യമായിട്ടും വന്നിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം അതിരുകൾ മായ്ക്കുന്ന മലയാള നോവൽ എന്നതാണ്. അപ്പൊ അതില് ഇപ്പൊ പ്രശ്നം പറഞ്ഞ ഒരു വാക്ക്, അതിന്റെ പ്രമേയ പരിസരം എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ഈ പുതിയ കാലത്ത് എങ്ങനെ മാറിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു അന്വേഷണമാണ് ആ ശീർഷകത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെ, പുതിയ കാലത്ത് നോവലുകളുടെ പ്രമേയങ്ങള് അല്ലെങ്കിൽ അതിന്റെ ആഖ്യാന രീതികളും എങ്ങനെ മാറിയിട്ടുണ്ട്, അതിന്റെ അതിരുകൾ എങ്ങനെ മാറി, ഒരു ഭാഷയുടെ ഉള്ളിലോ ഒരു ദേശത്തിന്റെ ഉള്ളിലോ അല്ലാതെ അതിനപ്പുറത്തേക്ക് എത്രത്തോളം പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ ഒരു ആ ചോദ്യത്തിന്റെ ഒരർത്ഥം. അതാണ്. പക്ഷെ നമ്മൾ മലയാള സാഹിത്യ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഈ മലയാള നോവല് ഈ അതിരുകൾ മായ്ച്ച് സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി, എത്രയോ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് മലയാള നോവലുകള് ഈ അതിരുകൾ മായ്ക്കുക എന്ന് പറയുന്ന പ്രക്രിയ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വിശദമായ അതിന്റെ ഉദാഹരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാലും ഈ 50കളിൽ മലയാള സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ള ചില കൃതികൾ, 60കളുടെ തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ള ചില കൃതികൾ, അത് ഇന്ന് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് വളരെ വിസ്മയം തോന്നും. 54 പുറത്തിറങ്ങിയ കൃതിയാണ് പാറപ്പുറത്തിന്റെ നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന് പറയുന്നത്. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന് പറയുന്ന കൃതി ഈ 54 വരുമ്പോഴും നമ്മുടെ മലയാളത്തിലെ ഇവിടുത്തെ ചുറ്റുവട്ടങ്ങളെ കുറിച്ചിട്ട് മറ്റുള്ള എഴുത്തുകാർ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. പക്ഷേ ഈ നോവലിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ഇവിടുത്തെ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് പട്ടാള ക്യാമ്പിലേക്ക് പോയിട്ടുള്ള ഒരു നായകൻ 12 വർഷക്കാലം ഈ പട്ടാള സേവനം അനുഷ്ഠിക്കുന്നതും വ്യത്യസ്തങ്ങളായിട്ടുള്ള പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതുമാണ് അതിൽ പറയുന്നത്. അതിന്റെ പശ്ചാത്തലം ഈ നമ്മുടെ ഉത്തരേന്ത്യൻ മിലിറ്ററി ക്യാമ്പുകളും അതോടൊപ്പം ഈ ആസാം, കൽക്കത്ത, ബർമയുടെ അതിർത്തി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എല്ലാം അത് സഞ്ചരിക്കുന്നു. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അത് സഞ്ചരിക്കുന്നു. ശ്രീനഗറിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഈജിപ്തിലേക്ക് പോകുന്നു, ഇറ്റലിയിലേക്ക് പോകുന്നു. ഈ സ്ഥലങ്ങൾ മുഴുവനും ഈ ദേശ അതിരുകളും മായ്ച്ചു കളഞ്ഞുകൊണ്ടാണ് അന്ന് നിണമണിഞ്ഞ കാൽപ്പാടുകൾ സഞ്ചരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാൽപ്പാടുകൾ, ഈ നിണമണിഞ്ഞ കാൽപ്പാടുകൾ ഇവിടങ്ങളിലൊക്കെ ഉണ്ട്. ഇത്രയേറെ സ്ഥലങ്ങളിൽ ഈ ഭൂലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് അത് സഞ്ചരിച്ച് പോയിട്ടുണ്ട്. അതിലത്തെ കാമുകിയായിട്ട് പറയുന്ന ഗ്ലോറിയ ഇറ്റലിക്കായിരിക്കും. ഇത് ഈ നോവൽ ഇറങ്ങുന്നത് 54 അത് കഴിഞ്ഞിട്ട് പിന്നെ അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന് പറയുന്ന നോവൽ എഴുതി പാറപ്പുറത്ത്. ആ നോവലും ഇതേപോലെ തന്നെ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് സഞ്ചരിച്ചിട്ട് ഈ പട്ടാള ക്യാമ്പിലേക്കും അവിടുന്ന് പല സ്ഥലങ്ങളിലേക്കും പോകുന്ന ഒരു ആഖ്യാനമാണ്. ഇവിടുത്തെ ഒരു കഥയല്ല അത്, ഇവിടെയൊന്നും തുടങ്ങുന്നതെങ്കിലും. പിന്നീട് ആ പ്രദേശം മാത്രമുള്ള ഒരു കൃതി പാറപ്പുറത്ത് എഴുതി. 1964 പുറത്തു വന്ന പണി തീരാത്ത വീട് എന്ന് പറയുന്നത്. അതിന്റെ പശ്ചാത്തലം നൈനിറ്റാളായിരുന്നു. ഈ 64 തന്നെയാണ് MT വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന് പറയുന്ന നോവൽ എഴുതിയത്. അതിന്റെ പശ്ചാത്തലവും നൈനിറ്റാൾ തന്നെയാണ്. ഇവിടെ അല്ലത് പൂർണ്ണമായിട്ടും ഒരു അന്യദേശത്ത് വിദൂരമായിട്ടുള്ള ഒരു സ്ഥലത്ത് അതിന്റെ പ്രകൃതി, മഞ്ഞ് വീഴുന്ന പ്രകൃതിയും തടാകവും പശ്ചാത്തലവും ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. അത് തന്നെയാണ് ഏതാണ്ട് പാറപ്പുറത്തിന്റെ നോവലിലും വരുന്നത്. പക്ഷെ അത് തമ്മിൽ യാതൊരു സാദൃശ്യമില്ല. ഒന്ന് കണ്ടിട്ട് മറ്റൊന്ന് എഴുതിയതല്ല. പക്ഷേ ആ നോവൽ ഇപ്പൊ ഞാൻ പറഞ്ഞ കാലം 64ആണ്. അത് മറ്റേത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടാണ് ഈ 2 കൃതികളും വരുന്നത്. അപ്പൊ ഈ കൃതികൾ നമ്മുടെ ഈ ദേശത്തിന്റെ അതിരുകൾ കടന്നിട്ട് സഞ്ചരിച്ചവയാണ്. ഇത് മാത്രമല്ല, ഇതിന് ശേഷം ഇതിനിടയിൽ നന്ദനർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ വരികയും
അദ്ദേഹം അറിയപ്പെടാത്ത മനുഷ്യജീവികൾ എന്ന് പറയുന്ന ഒരു കൃതി ഇത് 58 മറ്റോ. ആ പുസ്തകം ഇന്ന് വായിച്ചു നോക്കിയാൽ അതിനകത്ത് മലയാളം ഈ സംഭാഷണം മിക്കതും ഹിന്ദിയിലാണ്. അതിൽ ഒരുപാട് സംഭാഷണ ഭാഗങ്ങളുള്ളത് ഹിന്ദിയിലാണ്. അതിൽ ഈ അറിയപ്പെടാത്ത മനുഷ്യജീവികളും ആത്മാവിൻ്റെ നോവുകളും എന്ന് പറയുന്ന കൃതി വായിച്ചു നോക്കിയാൽ അതിൻ്റെ പശ്ചാത്തലം മൊത്തം മറ്റ് സ്ഥലങ്ങളാണ്. മഞ്ഞക്കെട്ടിടം എന്ന് പറയുന്ന ഒരു നോവൽ വന്നു പിന്നീട്. അത് കഴിഞ്ഞിട്ടാണ് ഈ കോവിലൻ്റെ A-B ഹിമാലയം പോലുള്ള കൃതികൾ വന്നത്. കോവിലിനെ ഇവിടത്തെ കുറിച്ചല്ല എഴുതിയത്, ഹിമാലയത്തെയും അതിൻ്റെ താഴ്വരകളെയും കുറിച്ചിട്ടാണ് എഴുതിയത്. അപ്പം അതിന് ശേഷം നമ്മൾ ഭാഷയിൽ ഒരുപാട് നോവലുകൾ വന്നു. അതിൽ ഡൽഹി പശ്ചാത്തലമായിട്ടുള്ള നോവലുണ്ടായി, ബോംബെ പശ്ചാത്തലമായിട്ടുള്ള ആൾക്കൂട്ടം ഉണ്ടായി 1970. അത് കഴിഞ്ഞ് കൊൽക്കത്ത പോലുള്ള നഗരങ്ങൾ പശ്ചാത്തലമായിട്ടുള്ള ഹരിദ്വാർ വരുന്നു. ഇങ്ങനെ പല മേഖലകളിലേക്ക് മലയാള നോവല് കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ സഞ്ചരിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ ഇപ്പോഴും വർത്തമാനകാലത്ത് നമ്മുടെ പല എഴുത്തുകാരും പല വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവിത മേഖലകൾ അവർക്ക് പരിചിതങ്ങളായതോ പരിചയമില്ലാത്തതോ ആയിട്ടുള്ള പശ്ചാത്തലങ്ങളിൽ. ഇത് മറ്റേത് ആദ്യം പറഞ്ഞത് മുഴുവനും അവരുടെ ഏറ്റവും പരിചിതവും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തീവ്ര യാഥാർത്ഥ്യവുമായിട്ടുള്ള പരിസരങ്ങളും അനുഭവിച്ച ജീവിതമാണ് അവരൊന്ന് പകർത്തിയത്. ഈ പറയുന്ന ഞാൻ പറഞ്ഞ 3 എഴുത്തുകാർ. ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ വിട്ടു, ഒരുപക്ഷെ അതിന് മുമ്പേ പറയേണ്ട ഒരു പേര് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദങ്ങൾ എന്ന് പറയുന്ന നോവല് ഉണ്ട്. അത് മലയാളത്തിൽ ഇപ്പോഴും വേറിട്ട് നിൽക്കുന്ന ഒരു നോവലാണ്. അതിനൊരു പ്രത്യേക ഒരു സ്ഥലവുമില്ല. ലോകത്തിൽ എവിടെയും സഞ്ചരിക്കാവുന്ന, എവിടെയും നടക്കാവുന്ന ഒരു 2 പേര് അതിർത്തികളില്ലാത്ത ഒരു സ്ഥലത്താണ് ആ നോവൽ നടക്കുന്നത്. 2 പേര് തമ്മിലുള്ള, ഒരു എഴുത്തുകാരനും പട്ടാളക്കാരനും തമ്മിലുള്ള സംഭാഷണം. അത് അശ്ലീലമാണ്, ആഭാസമാണ് എന്നൊക്കെയുള്ള വലിയ വിമർശനം കേട്ടിട്ടുള്ള കൃതിയാണ്. അതും അങ്ങനെ ഒരു കൃതി മലയാളത്തിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പുസ്തകം ഇറങ്ങിയിട്ടുള്ളത് 47-ലാണ്. അത് വളരെ മുമ്പാണ്. അപ്പൊ ഇപ്പോഴും നമുക്ക് പുതിയ സ്ഥലങ്ങളുണ്ട്, പുതിയ സൗകര്യങ്ങളുണ്ട്. ഒരു സ്ഥലത്ത് പോവാതെ തന്നെ ആ സ്ഥലത്തെ കുറിച്ചിട്ട് നമുക്ക് എഴുതാം, അവിടുത്തെ ജീവിതം മനസ്സിലാക്കാം. പിന്നെ ഈ സൈബർ സ്പേസ് എന്ന് പറയുന്ന ഒന്ന് പുതുതായിട്ട് കിട്ടി. മറ്റ് എഴുത്തുകാർക്കൊക്കെ, പഴയകാല എഴുത്തുകാർക്ക്, ഞാൻ ഉൾപ്പെടെയുള്ള എഴുത്തുകാർക്കൊക്കെ അവർ ജീവിച്ച പരിസരങ്ങൾ മാത്രമേ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ചില എഴുത്തുകാരെ ഇങ്ങനെ ഈ കൂടല്ലൂർ, കുട്ടനാട് എന്നൊക്കെ, മയ്യഴി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പരിമിതപ്പെടുത്തിയത്. കാരണം അവർക്ക് അതേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് അവർ പുറത്തുപോയി ഇപ്പോൾ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നു, ആ സ്ഥലം പരിചിതമാകുന്നു. പക്ഷെ ഇപ്പോഴ് ഈ സ്ഥലമല്ല, അവർ താമസിക്കുന്നതോ നിൽക്കുന്നതോ ജീവിച്ചിട്ടുള്ളതോ വളർന്നതോ ആയിട്ടുള്ള പരിസരങ്ങളല്ല, അതിൻ്റെ വെളിയിലുള്ള വലിയ ഇടങ്ങൾ, സൈബർ ഇടങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ ഒരു സാധ്യത എഴുത്തുകാരുടെ മുമ്പിൽ തുറന്നു കൊടുക്കുന്നു. കുറെ കൂടി ഒരു ഈ രചനാപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ഈ ആഖ്യായികകാരന്മാർക്ക് ഇന്ന് ലഭിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ കാലത്തിൽ മാത്രമല്ല, 1950-കൾ തൊട്ട് നോവലിൻ്റെ മാറ്റങ്ങൾ വരുന്നത് മലയാള നോവലിൻ്റെ ഒരു പാരമ്പര്യ സ്വഭാവത്തിൽ നിന്ന്, ഒരു പരമ്പരാഗത സ്വഭാവത്തിൽ നിന്ന് മാറ്റങ്ങൾ ഒരു 54 തൊട്ടൊക്കെ നമുക്ക് പറയാം. ചിലപ്പോൾ മുട്ടത്ത് വർക്കിയായിരിക്കാം, അല്ലെങ്കിൽ ഉറൂബായിരിക്കാം. അങ്ങനെയുള്ള ആളുകൾ തൊട്ട് തന്നെ നമുക്കത് പറഞ്ഞു തുടങ്ങാൻ തോന്നും. ആ ഒരു സന്ദർഭം തൊട്ട് തന്നെ പശ്ചാത്തലത്തിൻ്റെ ഒരു പ്രമേയ പരിസരത്തിൽ മലയാളം നേരത്തെ തന്നെ വ്യത്യസ്തത കൊണ്ടുവന്നിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ബാലകൃഷ്ണൻ സാർ നമ്മളോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചത്. അതിൽ നിന്ന് ഞാൻ ഒന്നുകൂടി സൂക്ഷ്മമായി വിനോദ് തോമസിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. പ്രമേയ പരിസരം എന്നുള്ളതിൽ നിന്ന് ഈ പശ്ചാത്തല പ്രമേയ പരിസരത്തിൽ നിന്ന് മാറിക്കൊണ്ട്, ഇപ്പോൾ ആയുസിൻ്റെ പുസ്തകം വളരെ കാലത്തിന് മുമ്പ് സി വി ബാലകൃഷ്ണൻ്റെ ഏറ്റവും അധികം വായിച്ച ഒരു പുസ്തകമാണ്, വളരെയധികം വായിക്കപ്പെട്ട ഒരു പുസ്തകം. അപ്പോൾ അതിൽ എപ്പോഴും ഒരു വ്യക്തിയുടെ സമസ്താനുഭവങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു കൃതി എന്നുള്ള തരത്തിൽ പലപ്പോഴും നമുക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പരിച്ഛേദമായിട്ടോ, അല്ലെങ്കിൽ ഓരോ സന്ദർഭവും ജീവിതത്തിലെ നമ്മൾ കടന്നു പോകുന്ന ഓരോ പ്രായത്തിൻ്റെ സന്ദർഭമായിട്ട് പല തലമുറകൾക്ക് പല കാലങ്ങളിൽ പല സന്ദർഭങ്ങളിൽ നമുക്കിങ്ങനെ ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു കൃതിയാകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പല പ്രായത്തിലുള്ള വായനക്കാർ അതിൻ്റെ കൂടെ സഞ്ചരിച്ചു പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, കൗമാരത്തിൻ്റെ സ്വാഭാവികതയായിട്ട് സ്വവർഗ പ്രണയത്തിന് അതിൽ ചിത്രീകരിക്കുന്നുണ്ട്.
അതിലങ്ങനെ പറഞ്ഞു പോകുന്ന ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ചില വാചകങ്ങൾ ഞാനത് വായിക്കാം. രണ്ടുപേരും അതിനെ അടയാളപ്പെടുത്തുന്നതിലെ ചെറിയൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അടുത്തേക്ക് എത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. ഇതിൽ ആയുസിൻ്റെ പുസ്തകത്തിൽ പറയുന്നൊരു ഭാഗമാണത്. യോഹന്നാൻ മനസ്സിൽ കരുതി, വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ നമ്മളവിടെ കണ്ടുമുട്ടും. ഞാൻ കുമ്പസാരക്കൂടിനപ്പുറത്ത്, നീ എൻ്റെ കുമ്പസാരം കേൾക്കും. നിന്നെ ഗാഠമായി സ്നേഹിച്ചിരുന്നുവെന്നും എത്രയോ രാത്രികളിൽ നീ എൻ്റെ കൂടെ ഉറങ്ങുന്നതായി സങ്കല്പിച്ചിരുന്നുവെന്നും ഞാൻ പറയും. എപ്പോൾ എൻ്റെ പാപങ്ങളെല്ലാം ഞാൻ നിന്നെ കേൾപ്പിക്കും. നാം കണ്ടുമുട്ടും. ഇപ്പോഴും നീ എൻ്റെ കൂടെയുണ്ട്. നെറ്റിയിലേക്ക് വീഴുന്ന മുടിയും കൂടിച്ചേരാൻ ഓങ്ങുന്ന കൺപുരികങ്ങളും ചുണ്ടിൻ്റെ ചുവപ്പും തെളിഞ്ഞ ചിരിയും ഞാൻ ഓർത്തു നോക്കട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു സന്ദർഭത്തെ അദ്ദേഹം അടയാളപ്പെടുത്തുന്നത്. കരിക്കോട്ടക്കരിയിലെത്തുമ്പോൾ അതിലുമുണ്ട് ഇതിന് സമാനമായ ഒരു സന്ദർഭം. വളരെ വ്യത്യാസത്തിലാണ് വിനോയ് തോമസ് അതിനെ അടയാളപ്പെടുത്തുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടു പേർക്കും ചില സമാനതകളുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ചിലപ്പോൾ ഒരു വടക്കൻ കേരളത്തിൻ്റെ പശ്ചാത്തലമായിരിക്കാം, മലയോരത്തിൻ്റെ കാഴ്ചകളായിരിക്കാം, ക്രൈസ്തവ കഥകളായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ചില സമാനതകളിലൂടെയൊക്കെ ഈ രണ്ടുപേരും പോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എഴുത്തിൽ അവർ സമാനതകളില്ലാതെ മുൻപോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളെ ഏറ്റവും അധികം ആകർഷിക്കുന്ന ഒരു ഘടകം, അല്ലെങ്കിൽ രണ്ടുപേരും രണ്ടായിട്ട് തന്നെ നിർത്തുന്ന ഒരു ഘടകം കൂടി തോന്നുന്നു. അതിൽ ഇറാനിമോസും സെബാനും കൂടിയുള്ള ഒരു സന്ദർഭമുണ്ട്. കരിക്കോട്ടക്കരയിലെ ഒരു സന്ദർഭമാണ്. അതിൽ സെബാൻ ഇറാനിമോസ് പറയുന്നൊരു ഭാഗമാണ്. ഞാൻ ഷർട്ട് അഴിക്കുമ്പോൾ സെബാൻ എൻ്റെ അടുത്ത് വന്നു. വയലിലെ മണ്ണിൽ പുതുമഴ പെയ്യുമ്പോഴുള്ള നനഞ്ഞ മണമാണ് അവന്. തല തോർത്ത് അവൻ തോർത്ത് നീട്ടി. ഞാൻ തല തോർത്തുമ്പോൾ അവൻ എൻ്റെ പിന്നിലെത്തി. നിനക്ക് ഞാൻ ഒരു കാര്യം ചെയ്തു തരാം. പിന്നിൽ നിന്നും വയൽഗന്ധം എൻ്റെ ശരീരത്തിലേക്ക് പടർന്നു. അവൻ്റെ പാമ്പുടൽ പൂർണ്ണമായും പടം പൊഴിച്ചിരുന്നു. എൻ്റെ ഉറകളെല്ലാം അടർത്തിക്കളയുമ്പോൾ അവൻ എൻ്റെ കഴുത്തിൽ കടിച്ചു. ചേറിൻ്റെ മണത്തിനായി ഞാൻ മൂക്ക് വിടർത്തി. അവൻ്റേതല്ല, ഏതോ ആദിമ മനുഷ്യൻ്റെ മണമാണ്, മനുഷ്യത്വത്തിൻ്റെ ഗന്ധം. അവൻ്റെ കൈകൾ എൻ്റെ അരയിലെ മണ്ണ് കുഴയ്ക്കാൻ തുടങ്ങി. എൻ്റെ നെഞ്ചിൽ പൊടിഞ്ഞ വിയർപ്പ് കണങ്ങൾ എടുത്ത് അവൻ മണ്ണിൽ ചേർത്തു. അവൻ എന്നെ മെനഞ്ഞെടുക്കുകയായിരുന്നു. ഇത് മറ്റൊരു സന്ദർഭമാണ്. അതങ്ങനെ പോകുന്നു, അത് അവിടെ നിൽക്കുന്നില്ല, മറ്റൊരു തരത്തിൽ അതങ്ങനെ പോകുന്നു. നേരത്തെ കണ്ടതിൽ നിന്നും എനിക്ക് തോന്നുന്നു ആഖ്യാനത്തിൽ വളരെയധികം വൈവിധ്യത്തിലേക്ക് ഇതെത്തുന്നു. കുറച്ചുകൂടി സൂക്ഷ്മതയിലേക്കായിരിക്കാം ചിലപ്പോൾ തുറന്നു പറച്ചിലുകളുടെ ആഖ്യാനം എന്നെനിക്ക് തോന്നുന്നു. ചിലപ്പോൾ കാലങ്ങൾ കടന്ന്, ഞാൻ ഇതൊരു ഇൻ്റർവ്യൂവിൽ കണ്ടു, തെറികൾ പറയേണ്ടതാണ്, പറയുന്നത് തെറ്റില്ല, നമ്മൾ എഴുത്തുകാരെ ഓഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെയുള്ള ചില നിരീക്ഷണങ്ങളൊക്കെ കണ്ടു ഞാൻ. അപ്പോൾ ആ സമയത്തൊക്കെ ചിന്തിച്ചൊരു കാര്യം, ചിലപ്പോൾ തെറികൾ പറയേണ്ടതില്ല എന്നുള്ളതിലും അപ്പുറത്ത് കാലം നമുക്കുണ്ടാക്കി തരുന്ന ചില സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടാവില്ലേ എഴുത്തിൽ. ഒരു കാലത്ത് നമ്മൾ മോശമെന്നോ അശ്ലീലമെന്നോ എന്നൊക്കെ കണ്ട് കരുതി മാറ്റിവെച്ചത് കാലങ്ങളുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ശ്ലീലമായി മാറുന്നു, അല്ലെങ്കിൽ നമുക്ക് പരിചിതമായി മാറുന്നു, നമ്മുടെ സ്വാഭാവിക ഭാഷയിലേക്ക് അത് എത്തുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവില്ലേ. ആ ഒരു തോന്നലാണോ പുതിയ എഴുത്തിൻ്റെ ഇത്തരം പരിസരങ്ങളെ നിർമ്മിച്ചെടുക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നമസ്കാരം. ഈ രണ്ടും താരതമ്യം ചെയ്തത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കരിക്കോട്ടക്കരി എന്ന നോവല് ഇന്ന് നിങ്ങളെല്ലാം വായിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം CV സാറും കൂടെയാണ്. കാരണം ആ നോവല് മത്സരത്തിന് വന്നപ്പോൾ അതിലൊരു ജഡ്ജ് CV സാറായിരുന്നു. അപ്പം അദ്ദേഹമാണ് ആദ്യമായിട്ട് വായിക്കുന്ന ഒരാൾ. അപ്പം ഇതിൻ്റെ ഒരു തുടർച്ച മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കുമല്ലോ അദ്ദേഹം തിരഞ്ഞെടുത്തതും അത് പ്രസിദ്ധീകരിക്കാൻ ഒക്കെ അതുകൊണ്ടായിരിക്കുമല്ലോ. പിന്നെ എനിക്ക് കാലം സ്വാതന്ത്ര്യം തരുന്ന പറഞ്ഞാൽ ഇതൊന്നും ഇന്ന് വലിയ കാര്യമല്ലെന്ന്. അതായത് സ്വർഗലേഖിത നമുക്ക് ചിലപ്പം ഭയങ്കര ഇതായിരിക്കും, പക്ഷെ എന്നെപ്പോലെ എൻ്റെ പ്രായത്തിലൊക്കെ ഉള്ള ആളുകൾക്ക് ചിലപ്പം സ്വർഗലൈംഗികതയെ ആവിഷ്കരിക്കുന്നു എന്നുള്ളതൊക്കെ വലിയൊരു സംഭവമായിരിക്കും. നമ്മൾ പിള്ളേരോട് ചോദിച്ചാൽ അതൊന്നും വലിയ കഥയില്ല, അതൊന്നും വലിയ അതിലൊന്നും. കാരണം അങ്ങനെ എനിക്കതുകൊണ്ട് ഈ സ്വർഗ ലൈംഗികതയെ പറ്റി ഒന്നും ഒത്തിരി പറയാൻ എനിക്ക് ധൈര്യമില്ല. ധൈര്യമില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതാനുഭവത്തിൽപ്പെട്ട കാര്യങ്ങളൊക്കെ ഇത് എഴുതിയേക്കുന്നത്. അതെല്ലാവരും നമ്മുടെ ഒരു കൗമാരത്തിലൊക്കെ ജീവിച്ച ആളുകളെല്ലാം കടന്നു പോകുന്ന ഒരു വഴികളാണ്. അന്നത് തുറന്നു പറയാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നും ആർക്കും ഇല്ല. ഇന്നത് വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ പോലും പഴഞ്ചനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മലയാള സാഹിത്യം എത്തേണ്ട ഒരു വഴിയിൽ എത്തുമ്പോൾ ഇന്നും തെറി പറയുന്നത് വലിയ കാര്യമാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ പിള്ളേര് കൂകും. അത് അത്രയും എത്തിയുള്ളൂ. നിങ്ങൾ രണ്ട് തെറി പറയാൻ ഇപ്പം എനിക്കൊരു ഫോൺ വന്നു.
എടാ മുത്തോനെ നീ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ടാണ് എന്നെ വിളിച്ചത്. കാരണം ഞാൻ ഈ ചുരുളിയുടെ കഥ എഴുതിപ്പോയത് കൊണ്ട് തെറിയുടെ മൊത്തത്തിലുള്ള അവകാശം എനിക്കാണെന്നുള്ള ഒരു ധാരണ പൊതുവെ വായനക്കാർക്ക് ഉണ്ട്. അപ്പൊ അതല്ല, അതൊക്കെ എത്രയോ കാലം മുമ്പേ കടന്നു പോകേണ്ടതായിരുന്നു. അതിന് ഞാൻ പറഞ്ഞ ഈ മലയാള നോവലിന്റെ അതിരുകളില്ലേ, ഈ അതിര് മുന്നേ മായേണ്ടതായിരുന്നു. ഇത് മായാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഞാനൊരു മലയാള അധ്യാപകനായതുകൊണ്ട് പറയുകയാണ്, അതിരുകൾ സൃഷ്ടിച്ചത് അധ്യാപകരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കോളേജിൽ ഒരു കൃതി പഠിപ്പിക്കുമ്പോൾ ഇതിന് ഏതെങ്കിലും ഒരു കള്ളി കൊണ്ട് ഇട്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ ഒന്ന് വിശകലനം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഈ കോളേജ് അധ്യാപകരും സ്കൂൾ അധ്യാപകരും അല്ല. ഇത് സ്ത്രീപക്ഷ രചനയാണ്, ഇത് മറ്റേ രചനയാണ്, ഇത് ദളിതുപക്ഷ രചനയാണ്. അപ്പൊ എൻ്റെ മോള് ഇപ്പൊ ലിറ്ററേച്ചർ പഠിക്കുന്ന ഒരാളാണ്. അവൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അല്ല അച്ഛേ, നിങ്ങൾ ഈ ഒരു രാവിലെ തന്നെ സ്കൂളിൽ ക്ലാസ്സിലേക്ക് ചെന്നിട്ട് ഒരു കൃതി പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങുന്നതിന് മുമ്പ് ഇത് ഇന്ന രചനയാണ്, ഇത് മലയാളത്തിലെ സ്ത്രീപക്ഷ രചനയുടെ മറ്റേ ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള കുറെ, നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നിയ ഒരു സാധനം ആദ്യം അങ്ങ് പറയും, എന്നിട്ട് നിങ്ങൾ വായിച്ചു നോക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എങ്ങനെയാ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തെങ്കിലും കാര്യം ആ പിന്നെ ആകൃതി വായിച്ചിട്ടുണ്ടോ? അപ്പൊ എന്നെ ഓരോരുത്തരും വിളിച്ചു വെച്ചിട്ട് എന്നെ വിളിക്കാറുണ്ട്. ഈ നിങ്ങൾ കോളേജിൽ നിന്ന് പ്രൊജക്റ്റും അസൈൻമെന്റും ഒക്കെ സാറിനെ ഒക്കെ വിളിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. സാറൊക്കെ മുതിർന്ന ആളായതുകൊണ്ട് വിളിക്കാറുണ്ടാവില്ല. നമ്മളെയൊക്കെ ഇതിന്റെ കഥയൊന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. ഇതിന്റെ കരിക്കോട്ടക്കരിയുടെ കഥയൊന്ന് പറഞ്ഞു തരുമോ? രാമച്ചൻ സാധാരണ ചെറിയ പ്രോജക്റ്റ് ഒക്കെയാണ്, ഓക്കെ പോട്ടെ. ഡോക്ടർ തീസിന് ചെയ്യുന്നവരാണ്, ഗവേഷണം നടത്തുന്നവരാണ് ഇത് വിളിച്ചു ചോദിക്കുന്നത്, കഥയൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച് കഴിക്കുന്നത്. കാരണം എന്താ? കാരണം ഈ അധ്യാപകൻ ആദ്യം പറഞ്ഞു കൊടുത്തേക്കാണ്. എന്നാ നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതാനല്ല ഗൈഡുമാർ പറഞ്ഞു കൊടുക്കുന്നത്. ഗൈഡുമാർ ആദ്യം വായിച്ചാൽ മനസ്സിലാക്കിയിട്ട് എന്തൊക്കെയോ ക്രൈറ്റീരിയ അങ്ങ് കൊടുക്കും. മുന്നേ ആരൊക്കെയോ ചെയ്ത എന്തൊക്കെയോ കാര്യങ്ങൾ കൊടുക്കും. പിന്നെ ഓരോ നോവലിനെയും അധ്യാപകര് അതിർത്തികളിലേക്ക് പെടുത്തി വെക്കുകയാണ്. ബിനോയ് തോമസ് കുടിയേറ്റത്തിന്റെ കഥാകാരൻ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, വീണ്ടും അത് ഒരു കണക്കിന് എനിക്ക് ഗുണമായെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ കുടിയേറ്റത്തിന്റെ കഥാകാരനല്ലാന്ന് ഇവിടുത്തെ മലയാള അധ്യാപകരോട് വിളിച്ചു പറയാനാണ് ഞാൻ എൻ്റെ എഴുത്ത് ജീവിതം ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇവിടെ മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകരോട് മുഴുവൻ ഞാൻ കുടിയേറ്റത്തിന്റെ കഥാകാരനല്ല. അത് മാത്രം, കുടിയേറ്റം എന്നത് എൻ്റെ മാത്രമല്ല, ലോകത്തെങ്ങുമുള്ള സബ്ജക്റ്റാണ്. ഒരു ദേശം വിട്ട് വേറെ ദേശത്തിലേക്ക് മാറി മാറി ജീവിക്കുന്ന മനുഷ്യന്റെ കഥ ആണത്. അതിന്റെ മാത്രം അതിരുകളിലേക്ക് ഞാൻ വീണ്ടും പറയുന്നു, സാഹിത്യ പഠനം അതിരുകളില്ലാതാക്കണം. അതിര് വെച്ചിട്ട് സാഹിത്യ പഠനം നടത്തുമ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രശ്നം വരുന്നത്. ഏറ്റവും അതുകൊണ്ടാണ് എന്താണ് പരിസ്ഥിതി കഥയായിട്ട് മാത്രമാണ്. അംബികാസുരനാട് സാറ് പാവം, ആ മനുഷ്യനെ വിടിയല്ല, വേറൊരു കഥ എഴുതാൻ സമ്മതിക്കല്ല ആരും. തെയ്യവും പരിസ്ഥിതി ഞാൻ വേറൊന്നും എഴുതി പോയാൽ സമ്മതിക്കുകയല്ല. മുതൽ എന്ന് പറയുന്ന ഒരു നോവൽ ഞാൻ എഴുതിയിട്ടുണ്ട്, അധികം പേര് വായിച്ചിട്ടില്ല. വായിച്ചാല് ഇതിനകത്ത് കുടിയേറ്റം ഇല്ലല്ലോ. ആദ്യം വായിക്കുന്നവരെയാണ് കുടിയേറ്റം ഇല്ലല്ലോ, പിന്നെ ഇതെന്താ ബിനോയ് തോമസ് ആനന്ദപ്രാന്തൻ എന്ന് പറഞ്ഞ് ഞാനൊരു കഥ എഴുതി. അന്നേരം എം പി ഷാജി എതിർദിശയിൽ എഴുതി ബിനോയ് തോമസ് എഴുത്ത് നിർത്തണം. കാരണം എന്താ? പരിസ്ഥിതിയും കുടിയേറ്റവും മാത്രമേ ബിനോയ് തോമസ് എഴുതാൻ പാടുള്ളൂ. ഈ കള്ളി എന്ന് പൊളിയുന്നോ അന്ന് മാത്രമേ മലയാള സാഹിത്യം മുൻപോട്ട് പോകൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് എന്നെ തെറിയുടെ ആളായിട്ടും കുടിയേറ്റത്തിൻ്റെ ആളായിട്ടും പിന്നെ എനിക്ക് പരിധികളില്ലാത്ത വിഷയങ്ങൾ, സാറ് പറഞ്ഞു സർവാൻഡേസിൽ തുടങ്ങുന്ന കാലമാണ്. സർവാൻഡേസ് എൻ്റെ കാലത്ത് ആ കാലം തൊട്ടേ പരിധികളില്ലാതല്ലേ സാർ എഴുതുന്നത്? അല്ലെങ്കിൽ എന്തെങ്കിലും പരിധി വെച്ചിട്ടാണോ എഴുതുന്നത്? എന്തെങ്കിലും ഇത് വെച്ചിട്ടാണോ എഴുതുന്നത്? സാഹിത്യം മുന്നോട്ട് പോകണമെങ്കിൽ ആരോ തെറി പറയാൻ വിളിക്കുന്ന അങ്ങനെയല്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, സാഹിത്യം മുന്നോട്ട് പോകണമെങ്കിൽ, എഴുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു അതിരും ഉണ്ടാകാൻ പാടില്ല. അപ്പം അതിരുകളെ ഭേദിക്കുന്നവരെ വിപ്ലവകാരികൾ മറ്റേ ഭയങ്കരമായി തുറന്നെഴുത്തിന്റെ ആള് എഴുതണ്ടേ തുറന്ന്. ഞാൻ ജയിക്കുന്നത് ഈ പുതിയ കുട്ടികൾ അതിനെല്ലാം ഭേദിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് അവര് ക്ലാസിക് സാഹിത്യമെന്നോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് 10ാം ക്ലാസ് വരെ, ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, 10ാം ക്ലാസ് വരെ എന്നെ പോലുള്ള മലയാള അധ്യാപകർ, ഇവിടെ ഇരിക്കുന്നവർക്ക് കുറെ മലയാളം പിള്ളേരുണ്ടാവുന്ന എനിക്ക് തോന്നുന്നു, മലയാളം പഠിക്കുന്നത്, അവർക്കാർക്കും
ഈ 10ാം ക്ലാസ് വരെ ഞങ്ങൾ പഠിപ്പിക്കുന്നതോടുകൂടി പാഠപുസ്തകം സാഹിത്യം എന്നുള്ള സാധനത്തോട് ഭയങ്കര വെറുപ്പായി. സുമാർ അഴീക്കോട് പറഞ്ഞ പോലെ അച്ചടിച്ച് കണ്ട എന്തായാലും വെറുത്തു പോകും എന്നുള്ള ഒരവസ്ഥയിലേക്കാണ് 10ാം ക്ലാസ് വരെ ഞങ്ങൾ സാഹിത്യം പഠിപ്പിച്ചു വിടുന്നത്. കാരണം ചക്ഷുശ്രവണ കളസ്തമാം ദുർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ എന്ന് പറഞ്ഞാണ് ആദ്യം നമ്മൾ 10ാം ക്ലാസ്സിലെ കുട്ടികളോട് തുടങ്ങുന്നത്. എന്നിട്ട് അവരോട് നമ്മൾ പറയുന്നത് ദേഹം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ദേഹമാണെന്ന അറിവ് അവിദ്യയാണ്, ഞാൻ ആത്മാവാണെന്നുള്ള അറിവാണ് വിദ്യ. ഇതാണ് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു കൊച്ചു ലിപ്സ്റ്റിക് ഇട്ടിട്ട് വരുമ്പോ ദേഹത്തെ കാണിക്കാനാണല്ലോ ലിപ്സ്റ്റിക് ഇട്ടിട്ട് വരുന്നത്, ആണല്ലോ. ദേഹം പ്രധാനമാണല്ലോ. ഇന്നത്തെ സമൂഹത്തിൽ ദേഹം വളരെ പ്രധാനമാണ്. രാമനുണ്ണി സാർ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ ആ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാമനുണ്ണി സാറെ ഞാൻ ആദ്യമേ ആരാധിക്കാൻ തുടങ്ങിയത് ആ സൂഫി എഴുതിയ കഥയൊക്കെ വരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടിട്ടാണ്. ആ മുടിയുടെ ചെരിവ്, ആ താടിയുടെ ഗരിമ, അദ്ദേഹത്തിന്റെ ആ കോസ്റ്റ്യൂം, അതാണ് എന്നെ ആദ്യം അദ്ദേഹത്തിൽ ആകർഷിച്ചത്. അപ്പൊ ദേഹം പ്രധാനമല്ലേ? ദേഹം പ്രധാനമാണല്ലോ. ഞാൻ ഒറ്റൊരു കഥയും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താവേ. ഞാനൊരു ഹയർ സെക്കൻഡറി, എൻ്റെ വീടിനടുത്തുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇൻ്റർവ്യൂവിന് പോയതാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞപ്പോൾ എനിക്കാണ് പഞ്ചായത്തിൻ്റെ വെയിറ്റേജ്, എനിക്കാണ് ഡെയിലി വൈസ് ഇൻ്റർവ്യൂ ആണ്, മാർക്ക് കൂടുതൽ എനിക്കാണ്, എല്ലാത്തിനുള്ള എനിക്കാണ് അതിനകത്ത് ഇൻ്റർവ്യൂവിൽ വന്നതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കൂടുതൽ. പക്ഷേ എനിക്ക് ആ പോസ്റ്റ് കിട്ടിയില്ല. കിട്ടാതെ കഴിഞ്ഞ് ഞാൻ പുറത്തായി. എനിക്ക് ഭയങ്കര വിഷമമായി. അന്ന് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ്, താൽക്കാലികമായി അങ്ങനെ ഒരു പണി. അപ്പം ഞാൻ ഈ പ്രിൻസിപ്പളിനോട് പോയി ചോദിച്ചു, സാറേ എനിക്കാണല്ലോ മാർക്കൊക്കെ കൂടുതൽ, എന്താണ് എൻ്റെ കുറവ്? അപ്പം പറഞ്ഞു, വിനോദ് ഇതിനകത്ത് പേഴ്സണാലിറ്റി ഒക്കെ വളരെ ഭംഗിയായിട്ട് നോക്കും, പേഴ്സണാലിറ്റിക്ക് ഒരു മാർക്കുണ്ട്. അപ്പം അന്ന് എനിക്ക് താടിയില്ല, ആ താടി വരാത്തത് കൊണ്ടാണ് താടിയില്ല, താടിയുള്ള ഒരു മാഷക്കാണ് കൊടുത്തത്. അപ്പം ഞാൻ ചോദിച്ചു, താടിയാണോ സാറേ ഈ പോസ്റ്റിന്റെ മെയിൻ യോഗ്യത എന്ന് ഞാൻ ചോദിച്ചു. പിന്നീടാണ് ഞാൻ കഷ്ടപ്പെട്ട് താടി വെക്കാൻ തുടങ്ങിയത്. അപ്പം ദേഹമാണ് ആത്മാവെന്നുള്ള കാര്യം, ദേഹമാണ് ഞാൻ എന്നുള്ള അറിവ് വിദ്യയായിട്ട് ഇന്ന് ഞാൻ കണക്കാക്കുന്നു. ഇതല്ല എന്ന് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ട് സാഹിത്യം വെറുത്തു വന്നവരാണ് ഇന്ന് ഈ കാണുന്ന ഭൂരിഭാഗം ആളുകളും. അവർ ചിലപ്പോൾ മറ്റു പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ചിട്ട് ഇപ്പം വായനയിലേക്ക് കടന്നു വരുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പറയുന്നത് ഇതിനൊക്കെ കാരണം നമ്മളിങ്ങനെ അതിർത്തികൾ നിശ്ചയിച്ച് പ്രാചീന കവിത്രയം, ആധുനിക കവിത്രയം, എന്നാലേ ഇത് കള്ളി തിരിച്ചാലേ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഇത് പഠിപ്പിക്കാതിരിക്കുകയാണെങ്കിൽ എല്ലാവരും വായിച്ചോളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. ബാക്കി അതിർത്തികളെ പറ്റി സംസാരിക്കാം. വളരെ വ്യക്തമായൊരു അഭിപ്രായത്തിലാണ് വിനോദ് തോമസ് നിൽക്കുന്നത്. ഞാനൊരൊറ്റ കാര്യം പറഞ്ഞോളട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ചോദ്യത്തിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് വേറൊരു തലത്തിലും കൂടിയായിരുന്നു. അതായത് ഇത്തരത്തിലുള്ള അതിരുകൾ ഉണ്ട് എങ്കിൽ തന്നെ അതിനെ ഇല്ലാതാക്കുന്നതോ അല്ലെങ്കിൽ അതിരുകൾ കടന്ന് എഴുത്തിന് സാധ്യമാക്കുന്നതോ ഒക്കെ കാലഘട്ടമല്ലേ എന്നുള്ളൊരു സാധനം കൂടിയായിരുന്നു ഞാനിവിടെ ഉദ്ദേശിച്ചത്. കാലഘട്ടം ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണെന്ന് തോന്നുന്നു. കാലഘട്ടത്തിൻ്റെ മാറുന്ന കാഴ്ചകൾ നമ്മൾക്ക് പുതിയ അനുഭവ തലങ്ങളും പുതിയ മേഖലകളും പുതിയ ചിന്തകളും ഒക്കെ പ്രദാനം ചെയ്യുന്നതിൻ്റെ ഒരു സ്വാതന്ത്ര്യം അവിടെ ഏറ്റവും പ്രധാനമായിട്ടും ഇല്ലേ എന്നുള്ളത് കൂടിയായിരുന്നു അവിടെയുള്ള ഒരു ചോദ്യം. എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞാൽ എനിക്കൊരു കൂട്ടിച്ചേർക്കൽ കൂടിയുണ്ട്. കാരണം ഒരു അധ്യാപകനായതുകൊണ്ട് ഞാനൊന്നും കൂട്ടിച്ചേർക്കാതെ തരമില്ലല്ലോ. അതുകൊണ്ട് ഒരു കൂട്ടിച്ചേർക്കൽ കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ വളരെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള അതിർത്തികളെ നിർണയിച്ചു വെച്ചതിൽ ഒരു പങ്ക് നിരൂപകർക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. മലയാള നിരൂപകർ ഉണ്ടാക്കിയ ചില ഫ്രെയിം വർക്കുകളിലാണ് നമ്മളെപ്പോഴും നിൽക്കുന്നത്. പി കെ രാജശേഖരൻ ഇപ്പോഴടുത്ത് വേറെ ഏതോ സന്ദർഭത്തിൽ ഒരു ഇതേപോലെ ഒരു സംഭാഷണത്തിൽ സംസാരിക്കുമ്പോൾ വീണ്ടും കണ്ടു അദ്ദേഹം ആധുനികതയുടെ ഒരു ഫ്രെയിം വർക്കിനകത്തേക്ക് പുതിയതിനെയൊക്കെ പിടിച്ചു കെട്ടാനും നഗരം എങ്ങനെയാണ് പുതിയ കൃതികളിൽ വീണ്ടും ആവിഷ്കൃതമാകുന്നത് എന്ന് അന്വേഷിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് അവിടെ കാണുന്നുണ്ടായി. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ചില ഫ്രെയിം വർക്കുകൾ കൂടി അവിടെ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ പിൻപറ്റിയായിരിക്കാം ചിലപ്പോൾ അധ്യാപക വൃന്ദം പോലും പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അക്കാദമിക് സമൂഹം പോലും പോകുന്നത് എന്നുള്ളത് അതിൻ്റെ മറ്റൊരു വശമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ചിന്തയിലൊക്കെ നമ്മൾക്ക് നിൽക്കുന്ന സമയത്ത് നമുക്കതിനിടയിൽ വന്നു ചേർന്ന ഒരാൾ കൂടിയുണ്ട്, ശ്രീ അർഷാദ് ബത്തേരി. അദ്ദേഹത്തിനെ പല ആളുകൾക്കും അറിയണ്ടാവും. അദ്ദേഹത്തിൻ്റെ കഥകളായിരിക്കും നമുക്ക് വളരെയധികം പരിചിതമായിട്ടുണ്ടാവുക. നമ്മുടെ കിടക്ക ആകെ പച്ച എന്നൊക്കെയുള്ള നോവലൊക്കെ അദ്ദേഹത്തിൻ്റെ നോവലാണ്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു എഴുത്ത് വഴികൾ വയനാട്ടിലാണ് എങ്കിലും വയനാടിൻ്റെ പശ്ചാത്തലത്തിലല്ലാത്ത ചില എഴുത്തുവഴികളെ പരിചയപ്പെടുത്തിയ ഒരാൾ
ഒരു പബ്ലിഷറിൻ്റെ വഴിയിലൂടെ പോകുന്നത്, പുസ്തക പ്രസാധനത്തിൻ്റെ വഴിയിലൂടെയൊക്കെ പോകുന്ന, മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന, അനേകം പുസ്തകങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന, കോഴിക്കോട് ഒലിവിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അർഷദ് ബത്തേരി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കിടക്ക ആകെ പച്ച എന്ന് പറയുന്ന ആ ഒരു നോവൽ. വാർദ്ധക്യത്തിൽ നിർവഹിക്കാനാവാതെ പോകുന്ന ചില സ്നേഹത്തിൻ്റെ സങ്കല്പങ്ങളോ സൗഹൃദങ്ങളോ അതൊക്കെ മനോഹരമായിട്ട് വരച്ചിടാൻ ശ്രമിക്കുന്ന ഒരു കൃതിയാകുന്നു ആ ഒരു നോവൽ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു വൃത്തസദനം പോലുള്ള കൃതികൾ നേരത്തെ ഇതിൻ്റെ വേറൊരു ഗൗരവതരമായ ഒരു സന്ദർഭത്തെ മലയാളത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ പറയാതെ തരമില്ല. ഈ ഒരു പുതിയ കാലത്തിൽ നിൽക്കുന്ന സമയത്ത് വീണ്ടും ഇത്തരത്തിലുള്ള പ്രമേയങ്ങളെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധേയമാകുന്ന ചില കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അതായത് നേരത്തെ നമ്മൾ കണ്ടു പരിചയിച്ച ചില വഴികളെ അതേ സമയത്ത് നമുക്ക് നമുക്ക് പതിവായുള്ള അനുഭവ തലങ്ങളിലൂടെ കടന്നു പോകുന്ന ചില വഴികളുമാണ്. അതിനെ നമുക്ക് മാറ്റി നിർത്തുക സാധ്യമല്ല. വാർദ്ധക്യം എന്ന് പറയുന്ന ഒന്നിനെ മാറ്റി നിർത്തുക സാധ്യമല്ല. ആ സന്ദർഭത്തിലുള്ള അനുഭവ തലങ്ങളെ മാറ്റി നിർത്തുക സാധ്യമല്ല. അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് വൃദ്ധസദനം ഒരു കാലത്ത് വലിയ ചർച്ചാ വിഷയമായിട്ട് കടന്നു വന്ന ഒരു നോവലാണ്. അങ്ങനെ വരുന്ന സമയത്ത് അതൊക്കെ ഉണ്ടാക്കി വെച്ച് ആ ഒരു പരിസരത്തെ പുതിയൊരു വഴിയിലേക്ക് എത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു കണ്ണിലൂടെ കാണുമ്പോൾ അതിന് തിരഞ്ഞെടുക്കുന്ന ലെൻസുകളോ കണ്ണടകളോ ആ കാഴ്ചകളോ അത് ഏതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആ ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ CV സാർ പറഞ്ഞ ഒരു വാക്ക്, അതായത് ഈ റഷ്യൻ ലിറ്ററേച്ചർ എങ്ങനെയാണ് അതിരുകളെ ഭേദിച്ചത് എന്നുള്ളതാണ് എൻ്റെ ഒരു. കാരണം ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത് ഒരു റഷ്യൻ നോവലാണ്. അന്ന് മനോഹരമായ പ്രൊഡക്ഷനിൽ റഷ്യയിൽ നിന്ന് ധാരാളം പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് വരുമായിരുന്നു. അതിലാണ് ചിങ്കിസ് ഐത്മത്തോവിൻ്റെ ജമീല എന്ന് പറഞ്ഞൊരു പുസ്തകം. അതാരാണ് എൻ്റെ കൈ തന്നതെന്ന് എനിക്കറിയില്ല. ഒരു നീലച്ചട്ട. അതിൻ്റെ അകത്ത് മറ്റൊരു നോവലും കൂടി ഉണ്ടായിരുന്നു, ആദ്യത്തെ അധ്യാപകൻ എന്ന് പറയുന്ന ഒരു നോവൽ. അപ്പോൾ എൻ്റെ സ്കൂൾ കാലം ഹൈസ്കൂൾ കാലത്താണ് അത് വായിക്കുന്നത്. അപ്പോൾ ആ നോവൽ വായിച്ചപ്പം ഒരു പ്രദേശം, അപ്പം ചെറുകഥയിലൊന്നും നമുക്കൊരു മുഴുവനായിട്ട് ഒരു പ്രദേശത്തെ ധ്വനിപ്പിച്ചാൽ മാത്രം മതിയല്ലോ കഥയിൽ. പക്ഷേ ഒരു നോവലിലൂടെ ഒരു പ്രദേശം, അവിടുത്തെ മനുഷ്യർ, കാർഷിക വിഭവങ്ങൾ, സമരങ്ങൾ, സഹനങ്ങൾ, പ്രണയം, രതി, നിസ്സഹായതകൾ, ഇതെല്ലാം വരുമ്പോൾ ഒരു പ്രദേശം ഇങ്ങനെ വരുന്നതായിട്ട് ആ പുസ്തകം വായിച്ചപ്പം എനിക്ക് കിട്ടി. അപ്പം എനിക്ക് തോന്നി നമ്മൾ കാണാത്ത, CV സാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാണാതെ നമ്മൾ റഷ്യയെ കണ്ടു തുടങ്ങുന്നു. അപ്പോൾ ആ റഷ്യ അത് എവിടെയാണെന്നൊരു അന്വേഷണത്തിലേക്ക് ഒരു വലിയ വാതിൽ തുറക്കുന്നു. ഈ ചെക്കോവിൻ്റെ ഒരു കുഞ്ഞു നോവലുണ്ട്, ചെക്കോവിൻ്റെ മൈ ലൈഫ് എന്ന് പറയുന്ന ചെറിയ നോവൽ. അത് ഗോതമ്പ് കൃഷിക്കാരെ കുറിച്ചാണ്. അതിലൊരൊറ്റ വാചകമുണ്ട്, അവളുടെ വിയർപ്പിന് പുഴുങ്ങിയ ഗോതമ്പിൻ്റെ മണമായിരുന്നു. ഒരൊറ്റ വാക്കുകൊണ്ട് ഒരു രാജ്യത്തു നിന്ന് ഒരു ഗന്ധം വന്ന് നമ്മളെ പുൽകുന്നത് പോലെ തോന്നുക. എങ്ങനെയാണ് ഭാഷയും എങ്ങനെയാണ് വാക്കുകളും കഥാപാത്രങ്ങളൊക്കെ അതിരുകളെ ലംഘിക്കുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യമാവും. മലയാളത്തിലും അതുപോലെ തന്നെ നമ്മൾ ഇപ്പം തകഴിയെക്കുറിച്ച് നമ്മൾ പറയുമ്പം തകഴി അത് ഞാൻ ഈ പറഞ്ഞോട് എനിക്ക് വിനോയ് പറഞ്ഞോട് എനിക്ക് പൂർണ്ണ യോജിപ്പാണ്. കാരണം ഇദ്ദേഹം കുടിയേറ്റത്തിൻ്റെ എഴുത്തുകാരൻ, ഇദ്ദേഹം അങ്ങനെ ഓരോന്നിൻ്റെ അത് പൊളിക്കണം. സത്യത്തിൽ വയനാടുമായി ബന്ധപ്പെട്ട് കുറച്ച് ചെറുകഥകളോ ഒരു ഓർമ്മക്കുറിപ്പും അല്ലാതെ ബാക്കിയെല്ലാം മാറി നിൽക്കുന്നത്. ഇപ്പം തന്നെ എൻ്റെ തലയിൽ ആണി തറയ്ക്കപ്പെടണ്ടെന്നുള്ളൊരു ഭയം കൂടി അതിൻ്റെ പിന്നിൽ. അതെ, വയനാടൻ സാഹിത്യകാരൻ. ഇപ്പൊ P. വത്സലയെ പറ്റി പറയുമ്പോൾ വയനാടിൻ്റെ എഴുത്തുകാരി എന്ന് പറയും. KJ ബേബിയെ കുറിച്ച് പറയുമ്പോൾ വയനാടിന്. അങ്ങനെയൊന്നുമല്ല, ലോകത്തെ മനുഷ്യരെ കുറിച്ചാണ് എഴുതുന്നത്. ഇപ്പോൾ ഓർഹാൻ പാമൂക്കിനെ തുർക്കിയെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ പാമൂക്ക് നോബൽ പ്രൈസ് കിട്ടിയ പാമൂക്ക് എഴുതി തുർക്കിയെ പറ്റിയിട്ടാണ്. തുർക്കിയെ പറ്റി എഴുതുന്ന പാമൂക്കിനെ നമ്മൾ തുർക്കിയുടെ എഴുത്തുകാരെന്ന് പറയാറില്ല. അത് നമ്മുടെ മലയാളീൻ്റെ ഒരു മലയാളിക്ക് എപ്പോഴും എല്ലാത്തിനും ഈ സോപ്പ് പെട്ടി പോലെ ഒരു പെട്ടി ഉണ്ടാക്കി വെക്കും. അതിലേക്ക് അങ്ങ് അടുക്കി വെക്കുന്ന ഒരു സ്വഭാവം ലിറ്ററേച്ചറിൽ, സിനിമയിൽ ഒക്കെ തന്നെ. പക്ഷെ പ്രാദേശിക ജീവിതങ്ങൾ എഴുതുമ്പം അത് ലോകത്തുമായി എങ്ങനെ ബന്ധപ്പെടുത്തുന്നു. ഇപ്പം കൈറ്റ് റണ്ണർ എന്നുള്ള നോവൽ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. പുതിയ കാലത്തെ പുസ്തകങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുപോലെ ഇപ്പം ബഷീറിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. അല്ലെങ്കിൽ പൊൻകുന്നം വർക്കി കഥകൾ എഴുതുന്ന പൊൻകുന്നം വർക്കിൻ്റെ ദേശം നമ്മളെങ്ങനെ പിടിച്ചു.
അല്ലെങ്കിൽ ഇങ്ങനെ പല ആളുകളെ വൃദ്ധസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞു, കൊച്ചുബായെ കുറിച്ച്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന രാമനുണ്ണി സാറിന്റെ സൂഫി പറഞ്ഞ കഥ ഒരു പ്രദേശത്തിന്റെ മനുഷ്യരുടെ പ്രണയത്തിന്റെയും അത് എല്ലാ നിയമങ്ങളെയും ലംഘിക്കുന്ന ഒരു സംഭവമാണ് സൂഫി പറഞ്ഞ കഥ. ഇപ്പം അത് വളരെ റെലവൻ്റ് ആണ്. ഇപ്പം ആ നോവല് വീണ്ടും എനിക്ക് നിങ്ങൾ വീണ്ടും അത് വായിക്കണം. ആയുസിന്റെ പുസ്തകം ഞങ്ങളുടെ വായനയെ ത്രസിപ്പിക്കുന്ന ഒരു സംഭവമാണ് ആയുസിന്റെ പുസ്തകം. പിന്നീട് നമ്മൾ വീണ്ടും ഇവരൊക്കെ ഈ സീനിയർ ആയിട്ടുള്ള രാമനുണ്ണി സാറിന് അല്ലെങ്കിൽ CV സാറിനൊക്കെ നമ്മൾ വീണ്ടും റീഡിങ് നടത്തുക. കാരണം ഒരു കാലത്ത് നമ്മൾ വായിച്ചപ്പോൾ അത് നമുക്ക് എന്ത് തന്നു. പിൽക്കാലത്ത് ഇപ്പൊ പുറ്റ് എന്നുള്ള നോവൽ എനിക്ക് വിനോദിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നോവലാണ് പുറ്റ്. വളരെ പ്രിയം. ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ അതിനെ പറ്റിയിട്ട് കോളേജുകളിലും അല്ലാത്തതൊക്കെ ഞാൻ പുറ്റിനെ പറ്റി. എനിക്കിഷ്ടമാണ് പ്രാദേശിക ജീവിതങ്ങളെ നോവലിൽ ആവിഷ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഭവങ്ങൾ ഇങ്ങനെ നുണഞ്ഞു പോകാൻ. പക്ഷേ ആ പ്രാദേശിക തനിമകളെ മുഖ്യധാരയുടെ ഒരു തലങ്ങളിൽ എത്തിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. നമ്മൾ അതിനെ ഈ പറഞ്ഞ പോലെ ഒരു ഫ്രെയിമിലേക്ക് ഒതുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതുന്നത് കൃഷ്ണനെയും മുഹമ്മദിനെയും ഒരുമിച്ചാക്കിക്കൊണ്ടാണ് KP രാമൻ സാർ എഴുതുന്നത്. ഇത് ലോകത്തിൻ്റെ ഒരു സബ്ജക്റ്റായിട്ട് മാറുകയാണ്. ലോകത്തിൻ്റെ സബ്ജക്റ്റ് ആവുന്ന, അതുകൊണ്ടാണ് ലോക സാഹിത്യം എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പം ഹെൻറി ഷാരിയലിൻ്റെ പാപ്പിയോൺ എന്നുള്ള ആത്മകഥ വായിക്കുമ്പോൾ, പാപ്പിയോൺ നമ്മൾ വായിച്ചു വെക്കുമ്പോൾ നമുക്കത് നമ്മുടെ തന്നെ ആയിട്ട് തോന്നുന്നത്. MT പറ്റിയിട്ട് എല്ലാവരും MT എന്തെഴുതിയാലും അതിൽ നമ്മളുണ്ട് നമുക്ക് തോന്നുന്നു പറയുന്നത്. അപ്പോൾ ഭാഷയെ എങ്ങനെയാണ് മറികടക്കുന്നതെന്ന് വെച്ചാൽ ഏറ്റവും ഒറിജിനലായിട്ടുള്ള പ്രാദേശിക തനിമകൾ തന്നെയാണ്. മുകുന്ദൻ്റെ കുട നന്നാക്കുന്ന ചോയി എന്നുള്ളതിൽ നഷ്ടപ്പെട്ട കുറേ വാക്കുകൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത് ലോകത്തുമായി ബന്ധപ്പെടുത്തുമ്പോഴാണ് വാസ്തവത്തിൽ ഈ പറയുന്ന എല്ലാം മാഞ്ഞു പോകുന്നത്. നമ്മുടെ കിടക്ക് ആകെ പച്ച എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഒരു വിഷയമാണ്. ആയുസ്സുണ്ടെങ്കിൽ നമുക്ക് വാർദ്ധക്യം വരും. വാർദ്ധക്യം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. വാർദ്ധക്യത്തിൽ തോന്നുന്ന ഇഷ്ടങ്ങൾ, കൊതികൾ, ആർത്തികൾ, മധുരങ്ങൾ, അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചു നോക്കി. ഇപ്പം നമ്മുടെ വീട്ടിലെ പ്രായമുള്ളവരെ, അയൽവക്കത്തെ പ്രായമുള്ളവരെ ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും. അപ്പം രണ്ട് വൃദ്ധര് തമ്മിലുള്ള പ്രണയമാണ് ആ നോവലിൻ്റെ പ്രമേയം. കാരണം ഭൂമിയിൽ മനുഷ്യന് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട്, ഇന്ന് പറയുമ്പോൾ വാലന്റൈൻസ് ഡേ അല്ലേ, ഇന്ന് അതും കൂടിയാണ്. അപ്പോൾ ആ ദിവസം ഇതിനെക്കുറിച്ച് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം മനുഷ്യൻ എന്തെങ്കിലും ഒരു സന്തോഷം, സംഗീതം കേൾക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒന്ന് തന്നെയാണ് പ്രണയം. അത് വാർദ്ധക്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വീഞ്ഞാണ്. കാരണം അവനവനെ കേൾക്കാൻ ആളില്ലാതാകുന്ന മനുഷ്യന്റെ ഏക സമയം വാർദ്ധക്യമാണ്. എന്നെ കേൾക്കാൻ അത് വാർദ്ധക്യമാകുമ്പോൾ നമുക്കൊക്കെ അറിയാം. മുത്തശ്ശി അവിടെ നാമം ജപിച്ച് അവിടെ അങ്ങ് ഇരുന്നാൽ മതി. അമ്മച്ചി ഇപ്പോൾ പള്ളിയിലൊന്നും പോകണ്ടെന്ന് അവിടെ അങ്ങ് ഇരുന്നോ, ഞങ്ങൾ പോയേച്ചും വരാം, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. നമ്മൾ കാണുന്നതാണ്. എൻ്റെ വീട്ടിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഈ സമയത്ത് ഒരാളെ കേൾക്കാനുണ്ടാവുക എന്ന് പറയുന്നതിനേക്കാൾ മഹത്തായതൊന്നും തന്നെ ജീവിതത്തിലില്ല. കാരണം പ്രായമാവും തോറും ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചു മതി, എല്ലാം കുറച്ചു മതിയാവുന്ന, വസ്ത്രം കുറച്ചു മതി, എല്ലാം കുറച്ച് ആവുന്ന കാലത്ത് കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ആ നോവൽ വാസ്തവത്തിൽ ബോംബെ പോലത്തെ ഒരു പശ്ചാത്തലത്തിൽ അത് എഴുതാൻ കാരണം. 2 ഫ്ലാറ്റുകളിൽ 2 പേരുണ്ട്, അവരൊരിക്കലും കാണുന്നില്ല. കാണാതെ തന്നെയാണ് അവരുടെ പ്രണയം ആവിഷ്കരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അവർക്ക് ആ ശബ്ദമാണ് വരുന്നത്. ശബ്ദം എന്ന് പറയുന്നത് വളരെ നമുക്കറിയാം. അപ്പോൾ ഞാൻ വയനാട്ടിലുള്ള ഒരാളാണ്. കാടിൻ്റെ അകത്ത് പോയിട്ടുള്ള ശബ്ദത്തെക്കാൾ അതിമനോഹരമായൊരു ശബ്ദം കാടിൻ്റെ അകത്തുണ്ട്. വളരെ മനോഹരമായ ഒരു ശബ്ദം നമുക്ക് കാടിൻ്റെ അകത്തുനിന്ന് കിട്ടും. കാടിൻ്റെ അകത്തെ നിശബ്ദതയ്ക്ക് പോലും വയലാർ നിശബ്ദത പോലും വയലാർ ഇതുപോലെ ഈ ഒരു ശബ്ദമുണ്ട് കാടിൻ്റെ അകത്ത്. മുളകൾ തമ്മിൽ ഒരയുന്ന ശബ്ദമുണ്ട്. കാറ്റ് വന്ന് ഉലയ്ക്കുന്ന സമയത്ത് വൃക്ഷങ്ങളിൽ നിന്നുണ്ടാവുന്നൊരു ശബ്ദമുണ്ട്. വളരെ വല്ലാതെ വനത്തിൻ്റെ അകത്തേക്ക് പോകുമ്പം കേൾക്കുന്ന ഒരു പ്രത്യേകതരം ജീവികളുടെ ശബ്ദങ്ങളുണ്ട്. നദിയുടെ കാടിൻ്റെ അകത്തെ പുഴയ്ക്ക് എപ്പോഴും തണുപ്പ് കൂടും. ഏറ്റവും കട്ടിയുള്ള വെള്ളമായിരിക്കും. കാര്യം ഇത് എപ്പോഴും ചോലയിൽ നിൽക്കുന്ന വെള്ളമായതുകൊണ്ട് എപ്പോഴും കട്ടി കൂടിയ വെള്ളമായിരിക്കും പുഴ. നമുക്ക് പെട്ടെന്ന് നീന്തിയൊക്കെ ഇങ്ങനെ നിവരാനെ കുറിച്ച് പാടായിരിക്കും. അപ്പോൾ ഇതെല്ലാം നോവലുകളിലൂടെ ആവിഷ്കരിക്കപ്പെടുമ്പോൾ
നമ്മൾ ഈ പറയുന്ന അതിരുകളെ ഭേദിക്കും. റഷ്യയെ അറിയുന്നത് പോലെ, ഫ്രഞ്ചിനെ അറിയുന്നത് പോലെ, തൊട്ടപ്പുറത്തല്ലേ പിന്നെ ശ്രീകൃഷ്ണ നഹല്ലി എന്ന് പറയുന്ന ഭുജങ്കയ്യന്റെ ദശാവതാരങ്ങൾ എന്ന് പറയുന്ന അതിഗംഭീരമായ ഒരു ഗ്രാമത്തെ മുഴുവനും നമ്മുടെ മുന്നിലേക്ക് ഇദ്ദേഹം കൊണ്ടുവെക്കുകയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞു കൽക്കത്തയിൽ നിന്ന് വരുന്ന നോവലുകൾ, ഇപ്പം നെല്ല് എന്ന് പറയുന്ന ബംഗാളി നോവല് നമ്മുടെ കൊണ്ടുവരുന്നു. ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, മനുഷ്യർ അവരുടെ അല്ലെങ്കിൽ എഴുത്തുകാരൻ അവരവരുടെ ജീവിതത്തെ അല്ല പലപ്പോഴും ആവിഷ്കരിക്കുന്നത്. ലോകത്തോട് ഇങ്ങനൊരു സമൂഹമുണ്ട്, ഇങ്ങനൊരു ജീവിതമുണ്ട്, ഇങ്ങനൊരു ഭാഷയുണ്ട്, ഇങ്ങനെ ചില ജീവിത നിമിഷങ്ങളുണ്ട് എന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുക്കും. അതിൽ ചില എഴുത്തുകാർക്ക് മാത്രം ചിലപ്പോൾ അവനവൻ്റെ ബഷീറിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാം പിന്നെ ബഷീർ തന്നെ ആണെന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു വിദ്യ ബഷീറിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞു മാറ്റി നിർത്തിയാൽ. ബാക്കി എല്ലാവരും ലോകത്തേക്ക്, ഇപ്പം തകഴിയുടെ നോവലുകൾ ആ ദേശമാണ് വന്നിരുന്നത്. തോട്ടിയുടെ മകനൊക്കെ ഇപ്പോൾ വലിയ ഒരു പൊളിറ്റിക്കലി തന്നെ വലിയ റീഡിങ് നടത്തേണ്ട ഒരു നോവലാണ്. അപ്പം ഭാഷയെ ലംഘിക്കുന്നത് മനുഷ്യൻ്റെ അവസ്ഥ വെച്ചിട്ടാണ്. നമ്മുടെ കിടക്ക ആകെ പച്ച എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും വൃദ്ധസദനം നോവല് വരുന്ന സമയത്ത് കേരളത്തിൽ ഇത്രത്തോളം വൃദ്ധസദനങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ കൊച്ചുബാവ അത് കണ്ടിരുന്നു, ഉണ്ടാകും, അതാണല്ലോ എഴുത്ത് തന്നത്. പക്ഷെ ഞാൻ തിരിച്ചു പറയുന്നത് വൃദ്ധസദനങ്ങളിൽ പോലും പ്രണയങ്ങൾ ഉണ്ടാവണമെന്നാണ്. അങ്ങനെ ഒരു ആശയത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ നമ്മുടെ കിടക്ക ആകെ പച്ച എന്ന നോവൽ എഴുതി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കുന്ന ഈ രണ്ട് റൈറ്റേഴ്സ്, നമ്മുടെ മുന്നിലിരിക്കുന്ന രാമനുണ്ണി സാറായാലും ഒക്കെ, നിങ്ങളൊക്കെ നമ്മൾ ഒരു വായനക്കാരനായിട്ട് വായിക്കുമ്പോൾ എനിക്ക് പരിചിതമല്ലാത്ത എന്തൊക്കെയാണ് ഇവരെനിക്ക് സമ്മാനിക്കുന്നത്. അതായിരുന്നു സൂഫി പറഞ്ഞ കഥയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ആ നോവൽ ഇന്ന് വീണ്ടും വായിക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം മാനന്തവാടിയിൽ പോലും ആ പുസ്തകത്തെ പറ്റി സംസാരിക്കേണ്ടായിട്ടുണ്ട്. കാരണം അതിനിപ്പോൾ വളരെ പ്രാധാന്യമുണ്ട്. അങ്ങനെ സൂഫി പറഞ്ഞ കഥയിലെ യൗവനമോ ഐസിൻ്റെ പുസ്തകത്തിലെയോ അല്ലെങ്കിൽ പുറ്റിലെ സ്ത്രീ പുരുഷ ബന്ധങ്ങളെയോ മറികടന്നുകൊണ്ട് ഞാൻ വാർദ്ധക്യത്തിലേക്ക് വെച്ചത് വാർദ്ധക്യത്തിനും ചിലത് പറയാനുണ്ട്. അത് അംഗീകരിക്കേണ്ട സമയം നമുക്ക് എത്തുന്നത് മനുഷ്യൻ്റെ ഒരു പരിമിതി എന്ന് വെച്ചാൽ അവൻ അനുഭവിക്കുമ്പോൾ മാത്രമാണല്ലോ അത് വലുതായിട്ടും, നഷ്ടപ്പെടുമ്പോൾ മാത്രമാണല്ലോ നമ്മൾ എപ്പോഴും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് കരയുക. അപ്പം അങ്ങനെ കാലം പ്രായത്തെ കൊത്തിപ്പറിക്കുമ്പോൾ, കാലം ശരീരത്തിനെ കൊത്തിപ്പറിക്കുമ്പോൾ മനസ്സ് അവിടെ ഒരു യൗവനത്തോടെ സൂക്ഷിക്കാൻ കഴിയുകയും വാർദ്ധക്യത്തിലെ ഇഷ്ടവും പ്രണയവും സമ്മാനങ്ങൾ കൈമാറലും ജീവിതത്തിൻ്റെ ആരോഗ്യ മരുന്നായി നിൽക്കുമെന്ന സങ്കല്പത്തിൽ നിന്നാണ് ഞാൻ ആ നോവൽ എഴുതിയത്. പ്രമേയ പരിസരങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രമേയ പരിസരങ്ങളിൽ അതിരുകളില്ല എന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ് മൂന്നുപേരും മുൻപോട്ട് പോകുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള അതിരുകൾ നിർമ്മിതമാവുന്നത് ചിലപ്പോൾ ഒരു അക്കാദമിക് പരിസരത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിമർശന കൂട്ടത്തിൽ നിന്നായിരിക്കാം, നിരൂപകരുടെ കൂട്ടത്തിൽ നിന്നായിരിക്കാം എന്നൊക്കെയുള്ള ചില ചിന്തകൾ അവിടേക്ക് നിൽക്കുകയാണ്. അതിനിടയിൽ ഒരു പ്രാദേശികത കടന്നു വന്നതുകൊണ്ട് നമ്മൾക്കൊന്ന് പതുക്കെ പ്രാദേശികതയിലേക്ക് നിൽക്കാൻ തോന്നുന്നു. ഒരു സമീപന രീതിയിൽ ഒരു വ്യത്യാസം എന്നുള്ളത് സി ബാലകൃഷ്ണൻ സാറോടാണ് ചോദ്യം. ഓരോ കാലത്തിലും പ്രാദേശികത കൃതികളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥാകൃത്തായിട്ടുള്ള വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ കഥ തൊട്ട് ആ കഥയിൽ വരെ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മേനോക്കിയെ കൊന്നതാര് എന്നൊരു കഥയുണ്ട്, ആ കഥയിൽ വരെ അതിമനോഹരമായിട്ടൊരു പ്രാദേശികതയുടെ പശ്ചാത്തലം അതിനകത്ത് ഇഴചേർക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ആധുനികതയിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് വളരെ കൃത്യമായ ചില ഐഡൻറ്റിറ്റി ഭാഗമായിട്ട്, ഒരു എഴുത്തുകാരൻ്റെ ഐഡൻറ്റിറ്റി അടയാളപ്പെടുത്തുന്ന ഒരു ഭാഗമായിട്ട് ചിലപ്പോൾ പ്രാദേശികത അടയാളങ്ങളായിട്ടൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നതായി കാണാം. ഇപ്പോൾ വീണ്ടും നേരത്തെ ഉള്ള ചില അർഷദ് ബത്തേരി പോലുള്ള ആളുകൾ പറഞ്ഞതുപോലെ, സൂചിപ്പിച്ചതുപോലെ, അവിടെ പ്രാദേശികത സ്വന്തം കഥകളല്ല ആളുകൾ എഴുതുന്നത്. പക്ഷെ അതേസമയത്ത് പ്രാദേശികതയുടെ വൈവിധ്യങ്ങൾ കണ്ടെത്തുവാനുള്ള ഒരു ശ്രമം എഴുത്തുകാരൻ്റെ അടുത്ത് ഉണ്ടാവും എന്നുള്ളത് കൂടെ അദ്ദേഹം പറഞ്ഞു. എനിക്ക് സി ബാലകൃഷ്ണൻ സാറിനോട് ചോദിക്കാനുള്ളത് ഒരൊറ്റ ചോദ്യമാണ്.
അവിടെ പ്രാദേശികത എന്ന് പറയുന്നത് വൈവിധ്യമുള്ള വിഷയങ്ങളെ ആവിഷ്കരിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ പറയാറില്ലേ, മാതൃഭാഷയിലാണ് നമ്മുടെ ചിന്തകൾ കുറച്ചുകൂടി സ്ഫുടമാവും സുതാര്യമാവും എന്ന് പറയാറുണ്ട്. മറ്റ് ഭാഷകളിലൊക്കെ ചിന്തിക്കുന്നത് പോലെയല്ല, മാതൃഭാഷയിലാണ് ചിന്തകൾക്ക് ഒരു മാധുര്യം കൂടുക, കൃത്യത കൂടുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെയാണോ പ്രാദേശികതയെ പല സന്ദർഭങ്ങളിലും നോവൽ എഴുത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും ഉപയോഗിച്ചു പോരുന്നത്? പ്രാദേശികത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രചനാ പരിസരമോ തന്ത്രമോ ഒക്കെ ആയിട്ട് പലപ്പോഴും പല എഴുത്തുകളിലും നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഒരാളെ ലേബലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗം ചിലപ്പോൾ ആധുനികത വന്നതിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. അല്ലെങ്കിൽ ആധുനികതയിൽ ഇപ്പോൾ MT പോലുള്ള ആളുകളെ ആരാധിച്ചോ അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ കൊണ്ടെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരേ പരിസരത്തിൽ തന്നെ എഴുതിപ്പോയ കുറേ ആളുകളെ കണ്ടതുകൊണ്ടായിരിക്കാം. അതൊന്നും അല്ലാതെയാണ് എങ്കിലും വൈവിധ്യമുള്ള വിഷയങ്ങൾ എടുക്കുമ്പോൾ പോലും അവിടെ പ്രാദേശികത എന്ന് പറയുന്ന ഒന്ന് അതിസമർത്ഥമായിട്ട് അങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത്. അത് ഉപയോഗിക്കാനുള്ള ഒരു കാരണം എന്തായിരിക്കാം താങ്കളുടെ നിരീക്ഷണം? പ്രാദേശികത ആവർത്തിക്കുമ്പോൾ വളരെ വിരസമായി തീരുന്നു എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അത് ഓരോരുത്തരും അവരുടെ പ്രദേശങ്ങളെക്കുറിച്ച്, അവിടുത്തെ ഭാഷാ രീതികൾ, അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ ഇടപാടുകൾ, മനുഷ്യ വ്യവഹാരങ്ങൾ, ഇത് വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വന്നുപെടുന്ന ഒരു ആവർത്തന വിരസതയാണ് മലയാള സാഹിത്യത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഈ കൂടുതൽ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഊന്നുമ്പോൾ, പരിസര യാഥാർത്ഥ്യങ്ങളിലേക്ക് ഊന്നുമ്പോൾ, യഥാർത്ഥ തത്വത്തിലേക്ക്, റിയലിസത്തിലേക്ക് ഊന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിരസത അസഹ്യമാണ്. എഴുത്തുകാർ അവരുടെ ഭാവന കൊണ്ടാണ് ശരിക്കും ജോലി ചെയ്യേണ്ടത്. എഴുത്തുകാർ ഈ റിപ്പോർട്ടുകൾ, പത്രപ്രവർത്തകരെ പോലെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയല്ല ഉണ്ട്. എഴുത്തുകാർ അവരുടെ ഭാവന കൊണ്ടാണ് ജോലി ചെയ്യേണ്ടത്. അപ്പം അത് ആ ഭാവന എന്ന് പറയുന്നതാണ് എഴുത്തിൻ്റെ അധ്വാനം. അത് ചെയ്യുമ്പോൾ, നമ്മുടെ ഈ ഭാവന സഞ്ചാരങ്ങൾ ചെയ്യുമ്പോൾ അതിന് അതിരുകളില്ല. ഇപ്പം നോവൽ എന്ന് പറയുന്ന ഒരു സാഹിത്യ രൂപത്തിന് അതിരുകളില്ലാത്ത ഒന്നാണ്. അത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. പക്ഷേ അത് തന്നെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ, നൊബേൽ പ്രൈസൊക്കെ കിട്ടിയ മരിയോ വാർഗസ് യോസ, ഈ യഥാതഥ്യത്തിന് എതിരായിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഒരു പ്രദേശത്തിൽ ഊന്നിക്കൊണ്ട് എഴുതുക, അപ്പോൾ ഇത് ഈ മാജിക്കൽ റിയലിസം പോലുള്ളതിന് എതിരായിരുന്നു യോസ. അത് പലരും ലാറ്റിൻ അമേരിക്കയിലെ പല എഴുത്തുകാരും മാജിക്കൽ റിയലിസത്തിന് എതിരാണ്. അത് വളരെ പരിമിതമായിട്ടുള്ള ഒന്നാണ്. ഒരു പരിസരത്തിൽ ഒരു സ്ഥലം, മൈ മെക്കണ്ടോ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്ഥലം, അതൊരു മാതൃകയായിട്ട് തീരുക, ആ മാതൃക ലോകം മുഴുവനും സ്വീകരിക്കപ്പെടുക. എന്നിട്ട് നമ്മളിവിടെയും ഈ മക്കൊണ്ടകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അത് ഈ എഴുത്തിൽ നമ്മൾ ഈ ഭാവന കൊണ്ട് നമുക്ക് എങ്ങനെ സഞ്ചരിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് എന്നെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഈ എഴുത്തിൻ്റെ ഇടയിലുള്ള ഒരു വിഷയം. അങ്ങനെ ഞാൻ എഴുതിയിട്ടുള്ള ഒന്ന് പോലെ മറ്റൊരു പുസ്തകം ഞാൻ എഴുതാറില്ല. അപ്പോൾ ആയുഷിൻ്റെ പുസ്തകം നേരത്തെ ബിനോയ് പറഞ്ഞ പോലെ ഒരു കുടിയേറ്റ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഞാൻ ആ കുടിയേറ്റത്തിൽ നിന്ന് ഒഴിവാക്കും. അത് ഇല്ലെങ്കിൽ അതും കുടിയേറ്റത്തിൻ്റെ പുസ്തകം. ഞാനത് പലപ്പോഴും പറയാറുണ്ട്, അത് കുടിയേറ്റത്തിനെ കുറിച്ചല്ല. അത് കാരണം അതിനകത്ത് കുടിയേറ്റം പറയുന്നില്ല, അത് വിഷകന്യകയല്ല. അത് മനുഷ്യ ജീവിതമാണ്, മനുഷ്യാവസ്ഥകളെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. അതിനകത്ത് ഈ പഴയ ബൈബിളിലെ ഈ പഴയ നിയമം തൊട്ടുള്ള ഭാഗങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഉൽപ്പത്തിയുണ്ട്, പുറപ്പാട്, യാത്ര പോലുള്ള സാധനങ്ങളും അതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പഴയ നിയമം അതിനകത്ത് വലുതായിട്ട് കടന്നു കിടപ്പുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം അത് ക്രിസ്ത്യാനികളുടേതാണ്, ക്രൈസ്തവ സമൂഹത്തിൻ്റെതാണ് എന്നേ ഉള്ളൂ. അതിപ്പോൾ എവിടെയായാലും, ഈ എനിക്കറിയാവുന്ന ഈ കാസർഗോഡൻ ഗ്രാമങ്ങളിലായാലും കോട്ടയത്ത് പാലായിലോ കാഞ്ഞിരപ്പള്ളിയിലോ ആയാലും ഇത് തന്നെയാണ് ജീവിതം. അത് എവിടെയും പ്രതിഷ്ഠിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ അത് അല്ലാതെ നമ്മളൊരു പ്രത്യേക സ്ഥലം, അതിൻ്റെ അതിരുകൾ, അതിൻ്റെ അടയാളങ്ങളൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൃതി ആയിരുന്നില്ല അത്. അതിൻ്റെ രചനാ രീതിയോ അതിൻ്റെ പശ്ചാത്തലമോ ഞാൻ പിന്നീട് ഒരിക്കലും ആവർത്തിച്ചിട്ടുമില്ല. പക്ഷെ അതെനിക്ക് സാധിക്കുന്ന ഒന്നാണ്. എനിക്ക് കാരണം അത്രയും പരിചിതമായിട്ടുള്ള ഒരു പശ്ചാത്തലമാണ്. ഇത് ആവർത്തിക്കാതിരിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ഞാൻ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് കാമമോഹിതം എന്നൊരു നോവൽ എഴുതി. കാമമോഹിതം എന്ന് പറയുന്നത് നമ്മുടെ കാലത്തിൽ നിന്ന് എത്രയോ പിറകോട്ടുള്ള സഞ്ചാരമാണ്. 5000 വർഷം പിറകോട്ട് സഞ്ചരിച്ചിട്ട് എഴുതിയിട്ടുള്ളതാണ്. അതിന് സ്ഥലമില്ല. അതിന് നമ്മളെ ഈ കാമസൂത്രം എന്ന് പറയുന്ന കൃതി ഉണ്ടായിട്ടുള്ള വാത്സ്യായനന്റെ കാലത്തേക്ക് പോയിട്ടുള്ള ഒരു കൃതിയാണ്. തകഴി ഒരിക്കൽ കണ്ടപ്പോഴും വളരെ അത്ഭുതത്തോടെ എന്നോട് ചോദിച്ചിരുന്നു, അത് നീയാണോ എഴുതിയത്? അന്ന് തകഴി അവസാന കാലത്ത് അദ്ദേഹം ഇതേപോലെ ഈ സിന്ധു നാഗരികതയുടെ പശ്ചാത്തലത്തിൽ ഒരു നോവൽ എഴുതാൻ വേണ്ടി ആലോചിച്ചിരുന്നു. അതിൻ്റെ ഒരധ്യായം അദ്ദേഹം എഴുതുകയും അത് പ്രസിദ്ധീകരിച്ചു വരികയും ചെയ്തിരുന്നു.
അപ്പോൾ ആ നോവലിന് വേണ്ടിയിട്ട് അദ്ദേഹം അധ്വാനിക്കുന്ന കാലത്താണ് നല്ല നിറഞ്ഞ വാർദ്ധക്യത്തിലാണ് അദ്ദേഹം അത് ഇങ്ങനെ ഒരു നോവൽ ഞാൻ എഴുതുന്നുണ്ട്. അപ്പോഴാണ് ഈ കാമമോഹത്തിൻ്റെ കാര്യം പുള്ളി ഓർത്തത്. എന്നിട്ട് എന്നോട് ചോദിച്ചു, അത് നീയാണോ എഴുതിയതെന്നുള്ളത്. അപ്പോൾ എന്നെ കണ്ടാൽ ഈ കാമമോഹം എഴുതുന്ന ഒരാളാണെന്ന് തോന്നില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ പങ്കുന്ന പറിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അത് പക്ഷെ അത് എഴുതുമ്പോഴേ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ആഹ്ലാദം ഉണ്ടായിരുന്നു. കാരണം ഇത് ഈ ബൈബിളില്ല, അതിനകത്ത് ക്രിസ്ത്യാനികളില്ല, അതിനകത്ത് ഈ ഒന്നുമില്ല, ഈ പുഴയും ഇതൊന്നുമില്ല. നമ്മൾ പറയുന്നത് നമുക്ക് പരിചിതമായിട്ടുള്ള ഒന്നും അതിനകത്തില്ല. അത് സൃഷ്ടിച്ചതാണ് മുഴുവനും. ആ മുഴുവനും ഭാവന കൊണ്ട് സൃഷ്ടിച്ചാണ്. അതുപോലെ പിന്നീട് ഞാൻ എഴുതിയിട്ടില്ല, എൻ്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് പറയാൻ പഠിപ്പിച്ചുള്ളൂ. ഞാൻ എഴുതുന്നത് അത് നല്ലതാവാം, ചീത്തയാവാം, വായനാക്ഷമമാവാം, അല്ലാതാവാം. പക്ഷേ അത് നമ്മൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും പറയാനുണ്ട്, വ്യത്യസ്തമായ എന്തെങ്കിലും പറയാനുണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ എഴുതുന്നത്. അതും നമ്മൾ പറഞ്ഞ ഒരു രൂപം ആവർത്തിക്കാതിരിക്കാനും ശ്രമിക്കണം. ഒരു ആഖ്യാന രൂപം ഉണ്ടല്ലോ നോവലിൻ്റെ ഒരു ഘടന, അത് അതിൻ്റെ ഒരു കലാതന്ത്രം എന്ന് പറയാവുന്നു. നോവലിൻ്റെ കലാതന്ത്രം എന്ന് പറയുന്നത് മറ്റൊരു നോവലിലേക്ക് അപ്ലിക്കബിൾ അല്ല. അതിന് നമ്മൾ വേറെ കലാതന്ത്രം കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എഴുത്തുകാരൻ്റെ അധ്വാനം. ഈ ഭാവനയോടൊപ്പം തന്നെ അതിൻ്റെ ഏത് കലാതന്ത്രമാണ് നമ്മൾ ആ ആഖ്യാനത്തിലേക്ക് കൊണ്ടുവരേണ്ടത്, ആവിഷ്കരിക്കേണ്ടത് എന്നുള്ളത് എഴുത്തുകാരൻ കണ്ടുപിടിക്കേണ്ടതാണ്. അങ്ങനെ ആയിക്കുമ്പോഴാണ് ഈ നോവൽ ഇങ്ങനെ അതിരുകളില്ലാതെ അതിരുകൾ മായ്ച്ച് അത് പോവുക. താങ്ക് യു സർ. അവിടെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നു. ദേശം എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിൽ വിഷയത്തിനനുസരിച്ചാണ് ദേശത്തിൻ്റെ പോലും തിരഞ്ഞെടുപ്പ് അവിടെ സാധ്യമാവുന്നത് എന്നുള്ളൊരു കാഴ്ച അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ വിനോദ് സാറിനോടാണ് എനിക്ക് മറ്റൊരു ചോദ്യമുള്ളത്. ഈ ഒരു അടുത്ത കാലത്തുള്ള ചില എഴുത്തുകളൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ PF മാത്യൂസിൻ്റെ എഴുത്തോ അല്ലെങ്കിൽ ഫ്രാൻസിസ് നൊറോണയോ അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ പലതരത്തിലുള്ള ദേശബോധങ്ങളെയോ അല്ലെങ്കിൽ സമുദായ ബോധങ്ങളെയോ സമൂഹ ബോധങ്ങളെയോ, അതായത് നേരത്തെ ഉണ്ടായിരുന്നതോ അടയാളപ്പെടുത്താത്തതോ ആയ, ഉണ്ടായതല്ല ഉണ്ടാവാത്തതോ അടയാളപ്പെടുത്തതോ ആയ അങ്ങനെയുള്ള ചില അനുഭവാഖ്യാനങ്ങളെ വീണ്ടും കൊണ്ടുവരുന്നത് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ കാണുന്ന സമയത്ത് അവിടെ ആ ഒരു എഴുത്തിൽ പ്രാദേശികത എന്ന് പറയുന്നത് വളരെ കൃത്യമായൊരു പ്രതിരോധമായിട്ടാണോ പ്രവർത്തിക്കുന്നത്? പ്രാദേശികത എന്ന് പറയുന്ന ഒരു പൊതുബോധത്തിൻ്റെ ധാരണയായിട്ട് അത് മാറ്റപ്പെടുകയാണോ ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം. ഞാൻ സമയം തീർന്നില്ല ഏകദേശം, ഓക്കെ, അതുകൊണ്ട് ഒത്തിരി നീട്ടുന്നില്ല. സമയം തീർന്ന പുള്ളിക്കാർ മോളുടെ മുഖത്തിൽ ഭയങ്കര വിഷമമുണ്ട്, ഇവർ നിർത്തുന്നില്ലല്ലോ. ഞാൻ ഇതിനകത്ത് ഞാൻ ഈ പ്രാദേശികത എന്നൊക്കെ സാർ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ആ പ്രാദേശികതയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് CV സാർ അത് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ കഥ കഴിഞ്ഞു. അത് വെച്ചിട്ട് പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു പ്രതിരോധം വെക്കാമെന്നോ സമൂഹത്തെ മാറ്റിക്കളയാമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശയത്തിന് ഞാൻ എൻ്റെ നോവൽ ഒന്നുമല്ല, ഇച്ചിരി കഥ പറയാം, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന് സാറ് പറഞ്ഞ പോലെ വ്യത്യസ്തമായ ഭാവനാപരമായ തന്ത്രങ്ങൾ ഉപയോഗിക്കുക, വ്യത്യസ്തമായ കഥ പറയുക. നമ്മുടെ ചെറിയൊരു പരിമിതി എന്നാന്ന് വെച്ചാൽ നമ്മൾ ജീവിച്ച ജീവിതം വല്ലപ്പോഴും കടന്നു വന്നു പോകും. അപ്പം ആ സ്ഥലവും ഇതൊക്കെ കടന്നു വന്നു പോകും. പക്ഷെ അവിടെയും പുതുതായിട്ട് എന്ത് പറയാൻ പറ്റുമെന്നുള്ള ആലോചനയാണ് ഏറ്റവും പ്രധാനം. ഒരു തരത്തിലും എൻ്റെ എഴുത്തിൽ ഒന്നിനെയും പ്രതിരോധിക്കാനോ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാനോ ഒരു സാമൂഹ്യ വിപ്ലവം ഉണ്ടാക്കാനോ ഒന്നും ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് ഞാൻ കോളം എഴുതുന്നുണ്ട്. ഇപ്പം മനോരമ പത്രത്തിൽ ഒരു കോളം എഴുതുന്നുണ്ട്. ആ കോളത്തിൽ എന്ത് ചെയ്യാം, നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ അത്തരം വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്കായിട്ട് ഇടുന്നുണ്ട്. അതുമാത്രമാണ് എൻ്റെ അത്തരം എഴുത്ത്. ഫിക്ഷൻ എഴുതുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് പൂർണ്ണമായും ഒരു കലാപരമായ ആഹ്ലാദത്തിന് വേണ്ടി അതിൻ്റെ ആസ്വാദന തലം മാത്രമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തിയേ. നമുക്ക് വളരെയധികം കാര്യങ്ങൾ ചിന്തിക്കാനും സംസാരിക്കാനും ഒക്കെയുള്ള സന്ദർഭമായിരുന്നു. പക്ഷേ നമ്മുടെ സമയം വലിയൊരു പരിമിതിയിൽ നിൽക്കുകയാണ്. എഴുത്ത് എന്ന് പറയുന്നത് പലതരത്തിൽ, ഒരു വായന എന്ന് പറയുന്നത് പലതരത്തിൽ ഒരു തുറന്ന പുസ്തകമായിട്ട് നിൽക്കേണ്ട ഒന്നാണ് എന്നുള്ള സൂചന എല്ലാവരും ഒരുപോലെ തന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെ അവർക്ക് ഇഷ്ടപ്പെടുന്ന വിഷയങ്ങൾ, അവരുടെ കാഴ്ചകൾ, അവരുടെ നിരീക്ഷണങ്ങൾ അവരുടേതായ രീതിയിൽ അവരവതരിപ്പിക്കുമ്പോൾ നമ്മളതിനെ ഫ്രെയിമുകളിൽ പെടുത്താതിരിക്കുക എന്നുള്ളത് പ്രത്യേക നിർദ്ദേശമായി നമ്മളോട് 3 എഴുത്തുകാരും ഒരുപോലെ പറഞ്ഞുകൊണ്ടേ നിൽക്കുകയാണ്. അതിലെ പുതിയ കാലത്തിൻ്റെ പലതരത്തിലുള്ള ആഖ്യാന തലങ്ങളുണ്ട്. നമ്മൾ
അതിൽ നിന്നായിരുന്നു തുടങ്ങിയത്. രാജശ്രീ ടീച്ചർ പോലുള്ള ആളുകൾ, രാമൻ സാർ പോലുള്ള ആളുകൾ, പുതിയ ആളുകൾ, പലതരത്തിൽ പുതിയ കാലത്തിലും എഴുതുന്ന ആളുകൾ, നേരത്തെ എഴുതിയ ആളുകൾ, ഇപ്പോഴും എഴുതുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇപ്പോഴും പുതുതായിട്ട് എഴുതി തുടങ്ങുന്ന ആളുകൾ, അങ്ങനെയുള്ള പലതരത്തിലുള്ള നോവൽ സാധ്യതകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ടി രാമകൃഷ്ണൻ്റെ ഒരു നോവൽ നമ്മൾ കാത്തിരുന്ന് ഇപ്പോഴിത് എത്തുന്നു. അവിടെ ഒരു ചരിത്ര ബോധത്തെ പോലും പുതുതായി നിർമ്മിക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഗൂഢമായിട്ടുള്ള ചില ചിന്തകളെ അവതരിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള പല തലങ്ങളിലൂടെ നോവലിൻ്റെ വായനാ സാധ്യതകൾ അല്ലെങ്കിൽ നോവലിൻ്റെ എഴുത്ത് വഴികൾ ഇങ്ങനെ പലമകളിലേക്ക് പ്രവേശിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ പലമകളെക്കുറിച്ച് ചെറിയൊരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ ഈ ഒരു സെഷൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. നമ്മൾ തുടങ്ങിയതേ അല്പം വൈകിട്ടാണ്, നമ്മുടെ സമയം വളരെ പരിമിതമാണ്. അതുകൊണ്ട് നമുക്കിത് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഇവിടെ നമ്മളൊരു തീരുമാനത്തിൽ മാത്രം നിൽക്കുന്നു. അതായത് നോവൽ എഴുത്ത് എന്ന് പറയുന്നത് പലമകളിലേക്ക് സഞ്ചരിക്കുന്ന ഒന്നാണ്. അതുതന്നെയാണ് നോവൽ വായനയിലും ഉണ്ടാവേണ്ടത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് എഴുത്തുകാർക്ക് നമ്മളോട് സംവദിക്കാനോ പറയുവാനോ ഉള്ളത് എന്നുള്ള ആ ഒരു തിരിച്ചറിവിലും ബോധ്യത്തിലും നമുക്ക് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് സ്നേഹം, നന്ദി.